നീ എൻ്റെ സർവവും, നീ എനിക്കുള്ളവൻ. അപ്പച്ച, നീ എൻ്റെ സർവവും, എല്ലാറ്റിലും നിൻ ജീവൻ എൻ പേർക്കായി തന്നദീന. നീ എൻ്റെ സർവവും, എല്ലാറ്റിലും തേനിലും മധുരമായി, തേനിലും മധുരമായി യേശു ക്രിസ്തു മാധുര്യമാ. രുചിച്ചു നോക്കി ഞാൻ കർത്തൻ കൃപാകൻ, യേശു ക്രിസ്തു മാധുര്യമാ. രുചിച്ചു നോക്കി ഞാൻ കർത്തൻ കൃപാകളെ, യേശു ക്രിസ്തു മാധുര്യമാ. ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, മനോഹരമേറിയ നല്ല രാത്രിക്കായി വീണ്ടും ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട കർത്താവിന്റെ ദാസന്മാർ, ദാസിമാർ, ആമേ വർഷങ്ങളായി കർത്താവെ ദേശത്തിന്റെ വിവിധ ഇടങ്ങളിലായി ആമേ കർത്താവെ ബെഥേൽ ഫെസ്റ്റായി നടത്തി വരുന്ന യോഗം ഇന്ന് രാത്രിയിലും ഇവിടെയും കർത്താവെ ഞങ്ങൾക്ക്, നിന്റെ കുഞ്ഞുങ്ങൾക്ക് നടത്തുവാൻ ദൈവം കൊടുത്ത വലിയ അവസരങ്ങൾക്കായി ഞാൻ നന്ദി പറയുന്നു അപ്പച്ച. പ്രത്യേകാൽ ഇന്ന് രാത്രിയിൽ ഈ സുവിശേഷ മഹായോഗത്തിന്റെ ആരംഭ രാത്രിയിൽ പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ നടുവിൽ എഴുന്നള്ളി വന്ന് നിൽക്കുന്ന ദൈവകൃപയ്ക്കായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. പാടുവാനും പ്രാർത്ഥിപ്പാനും ആരാധിപ്പാനും വേണ്ട ദൈവകൃപ ഞങ്ങളുടെ മേൽ പകർന്നു തയ്യ. വചനത്തിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങി ആത്മീക ദൂതുകളെ ദേശത്തോട് ഇന്ന് രാത്രി വിളിച്ചു പറയാൻ ആവശ്യമായ കൃപ ഈ രാത്രി പകരുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വചന വെളിപ്പാടുകൾക്കെതിരെ, ദൈവിക ശുശ്രൂഷകൾക്ക് വിരോധമായി നിൽക്കുന്ന എല്ലാ മാനുഷിക പൈശാചിക മണ്ഡലങ്ങള് ആമേൻ നസ്രേനാം യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് രാത്രി ഒരു സൈന്യം നിന്റെ നേരെ പാളയമിറങ്ങിയാൽ നിന്റെ ഹൃദയം ഭയപ്പെടുകയില്ല. യുദ്ധം നേരിട്ടാൽ നീ നിർഭയമായിരിക്കുക. നിന്റെ വശത്ത് 1000 പേര്, നിന്റെ വലതുവശത്ത് 10,000 പേരും വീഴും, എങ്കിലും നിന്നോട് അടുത്തു വരികയില്ല എന്ന് അരുളി ചെയ്ത യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി ഞങ്ങൾ ആത്മാവിൽ അതിർവരമ്പ് കൽപ്പിക്കുകയാണ്. എല്ലാ മഹത്വവും പുകഴ്ചയും ബഹുമാനം അങ്ങയ്ക്ക് യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ. ആമേൻ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ദൈവം നമ്മെ ധാരാളം മാനിക്കട്ടെ. ഇന്ന് രാത്രിയിൽ ദൈവദാസൻ പറഞ്ഞ പോലെ ഇടിഞ്ഞാറിന്റെ പല മണ്ണുകളിൽ ആമേ കഴിഞ്ഞ നാടുകളിൽ പല സഭകളിൽ വരുവാനും ശുശ്രൂഷിക്കുവാനും ദൈവം ഞങ്ങൾക്ക് ഭാഗ്യമൊരുക്കി. എന്നാൽ ഞാൻ ഇന്ന് രാത്രി ഓർക്കുന്നത്, അതിനുശേഷം പ്രൈസ് ദി ലോർഡ് ഈ ബെഥേൽ ഫെസ്റ്റ് നടത്തുന്ന പ്രിയ ജയൻ ബ്രദറും സിസ്റ്റർ ബിന്ദു സിസ്റ്ററുമായിട്ട് ഞാനും എൻ്റെ കുടുംബവുമായി ഞങ്ങൾ ആമേ പരസ്യയോഗങ്ങൾ നടത്തി ആമേ ഇടിഞ്ഞാറിൽ വന്ന് ഞങ്ങൾ ആമേ നടത്തിയത് ഞാൻ ഓർക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ആമേ പ്രിയ സഹോദരിയും പ്രൈസ് ഇവിടെ ആമേ പരസ്യയോഗം പ്രസംഗിക്കുവാനിടയായി. ആമേ ഹല്ലേലൂയ. ഇന്ന് രാത്രി ഞാൻ വിശ്വസിക്കുന്നു, നിന്റെ അപ്പത്തെ വെള്ളത്തിന്മേൽ എറിയുക, ഏറിയ നാൾ കഴിഞ്ഞിട്ട് അത് നിനക്ക് മടക്കി തരുമെന്ന് പറഞ്ഞത് അവൻ ആർക്കും കടക്കാരനല്ല. പ്രൈസ് ലോ. ഇന്ന് രാത്രി ആത്മനിറവ് പ്രാപിച്ച ദൈവജന ഇതിനകത്ത് തദരങ്ങൾ തുറന്ന് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നെങ്കിൽ ഈ പട്ടാമെ ദേശം ദൈവത്താൽ ആമെ പിടിക്കപ്പെടുവാൻ പോകുക. ദൈവമക്കളെ വടി നീട്ടുവാൻ ഒരു മോശയുണ്ടെങ്കിൽ ആഴിയെ പിളർക്കുന്നൊരു ദൈവം ഇന്ന് രാത്രി ഇതിനകത്ത് ഇറങ്ങി വന്നിട്ടുണ്ട്. ആമെ പ്രാർത്ഥിപ്പാൻ കഴിവുള്ളൊരു ഏലിയാവ് ഇതിനകത്തുണ്ടെങ്കിൽ ഇന്ന് രാത്രി ഏലിയാവിന് വേണ്ടി തീയിറക്കുവാൻ കഴിയുന്ന ഒരു കർത്താവ് ഇന്ന് രാത്രി ഇതിനകത്ത് ഇറങ്ങി വന്നിട്ടുണ്ട്. കേൾക്കുവാൻ ആഗ്രഹത്തോടുകൂടി ഇരിക്കുന്ന ഒരു ശമൂവേൽ ബാലൻ ദേവാലയത്തിനകത്തുണ്ടെങ്കിൽ അവനോട് സംസാരിക്കുന്ന ഒരു കർത്താവ് ഇന്ന് രാത്രി ആമെ ഈ ഗ്രൗണ്ടിനകത്ത് വന്നിട്ടുണ്ട്. അതെത്ര പേര് ഇന്ന് രാത്രി വിശ്വസിക്കുന്നു? വല വീശുവാൻ കഴിയുന്ന ഒരു പത്രോസ് ഇന്ന് രാത്രി ഈ സഭയ പ്രൈസർ ഗ്രൗണ്ടിനകത്തുണ്ടെങ്കിൽ അവന്റെ വലയ്ക്കകത്ത് പെരുത്ത മീൻകൂട്ടം തരുവാൻ കഴിയുന്ന ഒരു യേശു ഇന്ന് രാത്രി ഇതിനകത്തുണ്ടെന്ന് വിശ്വസിക്കുന്നവർ ആ 2 കരങ്ങൾ ഉയർത്തി ആ കരങ്ങളെ ഒന്ന് അടിച്ച് ആ സർവശക്തനായ ദൈവത്തെ ആമെ രാജാതി രാജാവും കർത്താവും ദേവാദി ദൈവമായവനെ ഇന്ന് രാത്രിയിൽ ഒന്ന് ആരാധിച്ചാട്ട്. ഹദര ജഗന്നകശസി. ഇന്ന് രാത്രി പരിശുദ്ധാത്മ പറയുന്നു, ഇതിനകത്ത് നീ ആരാധിച്ചു കൊണ്ടിരിക്കുമ്പോൾ നിന്റെ ഭവനത്തിനകത്ത് ദൈവദൂതന്മാർ ഇന്ന് രാത്രി
രാത്രി അവൻ ഇറങ്ങി ചെല്ലുവാൻ പോകുകയാണ്. നാടുകൾ കൊണ്ട് നീ മുട്ടിയിട്ട് തുറക്കപ്പെടാത്ത ഇല്ല വാതിലുകളെ ഇന്ന് രാത്രി എന്റെ ദൈവം നിനക്ക് വേണ്ടി ഓപ്പൺ ചെയ്യാൻ പോകുകയാണ്. ഇതിനകത്താരും ഇന്ന് രാത്രി വെറുതെ വന്നതല്ല. പരിശുദ്ധാത്മാവ് പറയുന്നു, ദൈവം നിന്നെ കൊണ്ടുവന്നെങ്കിൽ ഇന്ന് രാത്രി ദൈവത്തിന്റെ ഉദ്ദേശം, ദൈവത്തിന്റെ പദ്ധതി ഈ രാത്രി നിറവേറുന്ന രാത്രിയാണെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ എന്റെ ദൈവത്തിന് ഇന്ന് രാത്രി അവൻ നന്ദി കരേറ്റുകയാണ്. 107 സങ്കീർത്തനം 9 പറയുന്നു, അവൻ ആർത്തിയുള്ളവന് തൃപ്തി വരുത്തുന്ന ദൈവം, വിശപ്പുള്ളവന് നന്മ കൊണ്ട് നിറയ്ക്കുന്ന ദൈവം. സദൃശവാക്യം പറയുന്നു, തിന്ന് തൃപ്തനായവൻ തേൻകട്ടയും ചവിട്ടിക്കളയോ, വിശപ്പുള്ളവന് കയ്പും മധുരമാണ്. ഹലോ, ഇന്ന് രാത്രി വചനത്തിലേക്ക് നമുക്ക് ഈ രാത്രി ഓടിച്ചല്ല. ഞാൻ വിശ്വസിക്കുന്നു വചനം പ്രസംഗിക്കുമ്പോൾ തന്നെ ഇതിനകത്ത് ഇന്ന് രാത്രി പാപികൾ മാനസാന്തരപ്പെടും. ഞാൻ വിശ്വസിക്കുന്നു പിന്മാറ്റക്കാർ മടങ്ങി വരും, രോഗികൾ സൗഖ്യം പ്രാപിക്കുക. വെറുതെ അല്ല തന്റെ കുഞ്ഞുങ്ങൾ അവരുടെ സമയത്തെ, ആരോഗ്യത്തെ, അവരുടെ പണത്തെ ചെലവഴിച്ച് ഈ യോഗം നടത്തുന്നതിന് പിന്നിൽ ദൈവത്തിനൊരു വലിയ ഉദ്ദേശമുണ്ടെന്ന് വിശ്വസിക്കുന്ന കരങ്ങൾ ഒന്ന് ഉയർത്തിയൊരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ട് ആമേ പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ളവരെ, 3000-ലധികം ദൈവിക വാഗ്ദത്തങ്ങൾ, 8000-ലധികം അനുഗ്രഹങ്ങൾ, 1000-ൽ പരം അത്ഭുതങ്ങൾ കൊണ്ടടങ്ങിയ ഒരു സ്വർണ്ണഖനിയാണ് വിശുദ്ധ വേദപുസ്തകം. ഇടിഞ്ഞാറിന്റെ മണ്ണിൽ ഇന്ന് രാത്രി ചില വ്യക്തികളോട് ഞങ്ങൾ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് ഈ വചനത്തെ പറ്റിയാണ്. ഇതിനകത്ത് 3000-ലധികം ദൈവിക വാഗ്ദത്തങ്ങളുണ്ട്, 8000-ലധികം അനുഗ്രഹങ്ങളുണ്ട്, 1000-ൽ പരം അത്ഭുതങ്ങളുണ്ട്. ലോക ചരിത്രത്തിൽ വെച്ച് ഏറ്റവും കൂടുതൽ അച്ചടിക്കപ്പെട്ടിട്ടുള്ള, വിറ്റഴിക്കപ്പെട്ടിട്ടുള്ള, മനുഷ്യ ഹൃദയങ്ങൾ മാറോട് ചേർത്ത് വെച്ചിട്ടുള്ള ഏക ഗ്രന്ഥമുണ്ടെങ്കിൽ അത് വേദപുസ്തകമാണ്. ഹലോ, കുടിൽ തൊട്ട് കൊട്ടാരം വരെയോ വലിയവനെന്നോ ചെറിയവനെന്നോ ഇല്ലാതെ, പണ്ഡിതനെന്നോ പാമരനെന്നോ ഇല്ലാതെ, വാരി ഉണ്ണുന്നവനെന്നോ കോരി കുടിക്കുന്നവനെന്നോ ഇല്ലാതെ ജനജീവിതങ്ങള് സ്വാധീനിച്ച ഏക പുസ്തകം വേദപുസ്തകമാണ്. എത്ര പേർക്ക് ഇന്ന് രാത്രി വിശ്വാസമുണ്ട്? ലോക ചരിത്രത്തിൽ വെച്ച് ഏറ്റവും വില കൂടിയ പുസ്തകം വേദപുസ്തകമാണ്. ഹല്ലേലൂയ. ഈ പുസ്തകത്തോട് കിടപിടിക്കുവാൻ കഴിയുന്ന ഒരു ഗ്രന്ഥം ഇതുവരെ ഈ ലോകത്തിൽ വന്നിട്ടില്ല, ഇനി വരാനും പോകുന്നില്ല. ഇടിഞ്ഞാറിന്റെ മണ്ണിൽ ഈ സുവിശേഷം കേൾക്കുന്ന സ്നേഹിത, ഞങ്ങൾ പ്രസംഗിക്കുന്ന ഈ വചന ആരോ കെട്ടിച്ചമച്ച കെട്ടുകഥയല്ല, ആരോ വെറുതെ എഴുതി പിടിപ്പിച്ച കഥകളല്ല. ഇത് കേവല സങ്കല്പികമായ ഒരു നോവലുകളോ മറ്റൊന്നുമല്ല. വിശുദ്ധ ബൈബിൾ പറയുന്നു, ദൈവത്തിന്റെ വചന അത് ദൈവത്തിന്റെ ശ്വാസമാണ്. ഹലോ, ഇന്ന് രാത്രി നമ്മൾ കേൾക്കാൻ പോകുന്നത് ദൈവത്തിന്റെ ശ്വാസമാണ്. ഈ വചന, ഈ വേദപുസ്തകത്തെ ഈ ഭൂമിയിൽ നിന്ന് എന്നേക്കുമായി മായ്ച്ചു കളയുവാൻ നൂറ്റാണ്ടുകൾ കൊണ്ട് അനേക രാജാക്കന്മാർ, അനേക ചക്രവർത്തിമാർ, അനേക പ്രഭുക്കന്മാർ അശ്രാന്ത പരിശ്രമം നടത്തുവാനിടയായി. എന്നാൽ പരിശ്രമം നടത്തിയ രാജാക്കന്മാര്, പ്രഭുക്കന്മാര്, ചക്രവർത്തിമാര്, സാമ്രാജ്യങ്ങള് തകർന്നു പോയതല്ലാതെ ഈ വേദപുസ്തകത്തെ തകർക്കാൻ ഈ ലോകത്തില് ഒരു ശക്തികൾക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല, ഇനി കഴിയുവാനും പോകുന്നില്ല. കാര്യം ഇത് തീയിൽ കുരുത്തതാണ്, ഇത് വെയിൽ കൊണ്ടാൽ വാടി പോകയില്ല. വിശ്വസിക്കുന്നവർ കരങ്ങൾ അടിച്ച് ആ ദൈവ വചനത്തിന് രാത്രി നന്ദി പറഞ്ഞാട്ട്. ഇത് തീയിൽ കുരുത്തതാണ്, ഇത് വെയിൽ കൊണ്ടാൽ ഇത് വാടി പോകയില്ല. നിങ്ങൾക്കറിയാമോ, ഒരു മനുഷ്യൻ അറിയാതെയാണോ ആവലാതി കൊണ്ടാണോ എന്ന് എനിക്കറിയത്തില്ല, അവൻ ഇപ്രകാരം വിളിച്ചു പറഞ്ഞു, കേവലം ചില ദിവസങ്ങൾ, എണ്ണപ്പെട്ട ദിവസങ്ങൾക്കകം ഈ വേദപുസ്തകത്തെ എല്ലാ മനുഷ്യരും എടുത്തുകൊണ്ടുവന്ന് ഒരു വലിയ കുഴി കുഴിച്ചിട്ട് ആ കുഴിക്കകത്തേക്ക് ഈ വേദപുസ്തകത്തെ ഇട്ട് മണ്ണെണ്ണയും പെട്രോളും ഒഴിച്ച് ഈ വേദപുസ്തകത്തെ കത്തിച്ചു കളയോ. യേശു എന്നറിയപ്പെടുന്ന ദൈവ കാലത്തിന്റെ യവനികയ്ക്കുള്ളിലേക്ക് മാഞ്ഞു പോകുമെന്ന് വീമ്പിളക്കിയ ഫ്രഞ്ചിന്റെ നാസ്തികനായ വോൾട്ടയർ ഉണ്ടല്ലോ, ആ വോൾട്ടയർ മാറിപ്പോയെങ്കിൽ ഈ വേദപുസ്തകം ഇന്നും മാറിപ്പോയിട്ടില്ല. ആ വോൾട്ടയറിന്റെ വീട് ഇന്നും വേദപുസ്തകം അച്ചടിക്കുന്ന ഒരു പ്രസ്സാക്കി മാറ്റുവാൻ ഞാൻ പ്രസംഗിക്കുന്ന എന്റെ ദൈവത്തിന് കഴിഞ്ഞെങ്കിൽ ഇടിഞ്ഞാറിന്റെ മണ്ണിൽ ഈ ശബ്ദം കേൾക്കുന്ന സ്നേഹിത, സ്നേഹിക്കുന്നവനെ വാരിപ്പുണരുകയും
തള്ളിക്കളയുന്നവനെ തള്ളിക്കളയുക ചെയ്യുന്ന ഒരു പുസ്തകമുണ്ടെങ്കിൽ വേദപുസ്തകമാണ്. അതാ വചനം പറയുന്നു, യെശയ്യാവ് 1:19, നിങ്ങൾ മനസ്സ് വെച്ച് കേട്ടനുസരിക്കുന്നെങ്കിൽ ദേശത്തിലെ നന്മ അനുഭവിക്കുക, മറുത്തു മത്സരിക്കുന്നെങ്കിലോ ദൈവവചനത്തിന്റെ വാളിന് നിങ്ങൾ ഇരയായി തീരുക. ഇന്ന് രാത്രി വെറും കഥകൾ പറഞ്ഞു പോകാനല്ല ഞങ്ങൾ ഇന്ന് രാത്രി വന്നത്. ഞങ്ങളുടെ അനുഭവങ്ങൾ, ദൈവവചനത്തിന്റെ സത്യങ്ങൾ ഇന്ന് രാത്രി നിങ്ങളുമായി ഞങ്ങൾ പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ ഈ വേദപുസ്തകത്തെ ആരും മറന്നു പോകരുത്. എന്താണ് വേദപുസ്തകം? വേദപുസ്തകത്തെ കുറിച്ച് അനവധിയായ നിർവചനങ്ങളുണ്ട്. ഇതിനകത്ത് തന്നെ ഒത്തിരി ഉണ്ട്. പുല്ലുണങ്ങും പൂവാടും, ദൈവത്തിന്റെ വചനം എന്നേക്കും നിലനിൽക്കുക. ആകാശവും ഭൂമിയും മാറിപ്പോയാൽ ദൈവത്തിന്റെ വചനം മാറിപ്പോകുന്നില്ല. എന്നാൽ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു നിർവചനം, ഒരു ആത്മീക മനുഷ്യൻ അവൻ വേദപുസ്തകത്തെ കുറിച്ച്, അവൻ സ്മിത്ത് എന്നറിയപ്പെടുന്ന ഒരു മനുഷ്യൻ നിർവചിച്ചൊരു നിർവചനം എന്റെ ഹൃദയത്തിന്റെ ഉള്ളറയിലൂടെ ഇന്ന് രാത്രി കയറി ഇറങ്ങുകയാ. എന്താണ് ഈ വേദപുസ്തകം? അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു, ലോകമാകുന്ന തടവറയ്ക്കകത്തിരിക്കുന്ന മനുഷ്യൻ, എല്ലാവരും ശ്രദ്ധിക്കണമേ, ലോകമാകുന്ന തടവറയ്ക്കകത്തിരിക്കുന്ന മനുഷ്യൻ ഈ ലോകമാകുന്ന തടവറയ്ക്കകത്തിരുന്നു കൊണ്ട് നിത്യതയെ വീക്ഷിക്കുന്ന ഒരു ജന്നാലയാണ് ഈ വേദപുസ്തകം. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഹലോ, ലോകമാകുന്ന തടവറയ്ക്കകത്തിരിക്കുന്ന മനുഷ്യൻ ഈ തടവറയ്ക്കകത്തിരുന്നു കൊണ്ട് നിത്യതയെ വീക്ഷിക്കുന്ന ഒരു ജന്നാലയാണ് ഈ വേദപുസ്തകം. ഇടിഞ്ഞാറിന്റെ മണ്ണിൽ ഇന്ന് രാത്രി ശബ്ദം കേൾക്കുന്ന സ്നേഹിത, ഈ ലോകം ഒരു തടവറയാണ്. അയ്യോ, നിങ്ങൾ ചോദിക്കും, കുമാർദാസ് പാസ്റ്ററെ, ഈ ലോകം ഏതിന്റെ തടവറയാ, എന്തിന്റെ തടവറയാ? ഞാൻ പറയാം, ഈ ലോകം അയ്യോ ഒരു പാപത്തിന്റെ തടവറയാ. ഈ ലോകം ഒരു പാപത്തിന്റെ തടവറയാണ്. ഈ ലോകം ഒരു രോഗത്തിന്റെ തടവറയാ. ഈ ലോകം കഷ്ടതയുടെ തടവറയാ. ഈ ലോകം ജാതിയുടെ, മതത്തിന്റെയോ വർഗത്തിന്റെ, രാഷ്ട്രീയത്തിന്റെ പേരിൽ അയ്യോ തമ്മിൽ തകർക്കപ്പെടുന്ന ഒരു തടവറയാ. അല്ലേ ഈ ലോകം ഒരു തടവറയല്ലേ? നിങ്ങളൊന്ന് കണ്ണോടിച്ചു നോക്ക്. ഈ ലോകം ഒരു രോഗത്തിന്റെ തടവറയല്ലേ? ഏത് മനുഷ്യനെ, നിസ്സാര കൊച്ചു കുഞ്ഞുങ്ങളെ പോലും പരിശോധിച്ചാൽ ഇന്ന് രോഗങ്ങൾ എല്ലാ മനുഷ്യനും വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ്. ക്യാൻസറും ട്യൂമറും, അയ്യോ എയ്ഡ്സ് എന്ന് വേണ്ട ഉച്ചം തല മുതൽ ഉള്ളം കാല് വരെ നാടിയിലും ഞരമ്പിലും അസ്ഥിയിലും മാംസത്തിലും രോമകൂപങ്ങളിൽ പോലും മനുഷ്യ ശരീരങ്ങൾ രോഗത്തിന്റെ അടിമയല്ലേ ഇന്ന്? നിങ്ങൾക്കറിയാം, ഷുഗർ, പ്രഷറും കൊളസ്ട്രോളും എന്ന് വേണ്ട രോഗത്തിന്റെ അടിമയല്ലേ മനുഷ്യനെന്ന്? രോഗമില്ലാത്ത ആരെങ്കിലും ഉണ്ടോ? ഇന്ന് ഗവൺമെന്റ് സ്കൂളുകൾ പോലും ഡോക്ടർമാരെ കൊണ്ടുവന്ന് കുഞ്ഞുങ്ങൾക്ക് ബ്ലഡ് ടെസ്റ്റ് ചെയ്യുകയാണ്. പെറ്റു വീഴുന്ന കൊച്ചു കുഞ്ഞു പോലും ഇന്ന് ഇൻസുലിൻ എടുത്ത് ജീവിക്കുന്ന ഒരു രോഗത്തിന്റെ തടവറയ്ക്കകത്താണ്. എന്നാൽ ഇന്ന് രാത്രിയിൽ ഈ വേദപുസ്തകത്തിലൂടെ ഞങ്ങൾ രോഗത്തിന്റെ തടവറയിലാണെങ്കിൽ ഈ വേദപുസ്തകത്തിലൂടെ രോഗമില്ലാത്ത ഒരു നിത്യഭവനത്തെ ഞങ്ങൾ ആത്മാവിൽ കണ്ടു ജീവിക്കുകയാണ്. അത് വിശ്വസിക്കുന്ന ദൈവമക്കൾ കരമടിച്ച് ആ ദൈവത്തെ സ്തുതിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ക്രിസ്ത്യാനികളുടെ പ്രത്യേകത, രോഗം ഞങ്ങൾക്ക് വരില്ലെന്ന് ഞങ്ങൾ പറയില്ല, കഷ്ടത ഞങ്ങൾക്ക് ഇല്ലെന്ന് ഞങ്ങൾ പ്രസംഗിക്കത്തില്ല. രോഗമുണ്ടെങ്കിൽ ഈ വേദപുസ്തകത്തിലൂടെ ഞങ്ങൾ ഈ രോഗത്തിന്റെ തടവറയ്ക്കകത്തിരുന്നു കൊണ്ട് ഒരു നിത്യത, രോഗമില്ലാത്ത ഒരു ഭവനത്തെ ഞങ്ങൾ കണ്ടു ജീവിക്കുകയാണ്. ആ പ്രത്യാശയുള്ളവർ കരമുയർത്തി ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ടെ. അതുകൊണ്ട് ഇയ്യോബ് എന്നറിയപ്പെടുന്ന മനുഷ്യൻ, നിങ്ങൾക്കറിയാമോ, വേദപുസ്തകത്തിൽ ഏറ്റവും കൂടുതൽ സഹിച്ച ഇയ്യോബ് എന്നറിയപ്പെടുന്ന മനുഷ്യൻ, വേദപുസ്തകം പറയുന്നു, അവന്റെ ദാസന്മാർ നഷ്ടപ്പെട്ടു, അവന്റെ ആടുമാടുകൾ നഷ്ടപ്പെട്ടു, അവനുള്ള സകല സമ്പത്തും നഷ്ടപ്പെട്ടു. എല്ലാം നഷ്ടപ്പെട്ട ഇയ്യോബ് വേദപുസ്തകം വായിക്കുന്നു, തന്റെ 10 മക്കളും ഒരു ദിവസം ശവപ്പെട്ടിക്കുള്ളിൽ കിടക്കുന്നു. തീർന്നില്ല, നാടുകൾ ഏറെ കഴിഞ്ഞു, അവന്റെ ശരീരത്തിൽ മുറിവുകളായി, അതിനകത്ത് വ്രണങ്ങൾ പടുത്തു, പച്ചപ്പുഴുക്കൾ അവയെ പുറത്തേക്ക് തള്ളി
ചൊല്ലി ഒരു പുസ്തകത്തിൽ ഞാൻ ഇങ്ങനെ വായിച്ചു, ഇയ്യോബിന്റെ ശരീരത്തിൽ നിന്ന് ഒരു പുഴുവോ ഒരു ദോരമുണ്ടാക്കിക്കൊണ്ട് രക്തത്തിലൂടെ പഴുപ്പിലൂടെ പുറത്തേക്ക് ഇറങ്ങി നടക്കുമ്പോൾ ഇയ്യോബ് എന്നറിയപ്പെടുന്ന മനുഷ്യൻ ആ പുഴുവിനെ എടുത്ത് വീണ്ടും തന്റെ ദോരത്തിലേക്ക് വെച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു എന്ന് പറയുന്നത്, അല്ലയോ പുഴുവേ, ഇയ്യോബിന്റെ മാംസത്തെ നീ തിന്നുക, ഇയ്യോബിന്റെ ശരീരത്തെ തിന്നുവാൻ ദൈവം നിനക്ക് അനുവാദം തന്നിരിക്കുന്നു. പുഴുത്തിരിക്കുന്ന ഇയ്യോബ് തന്റെ ശരീരത്തിലെ വേദന മാറ്റുവാൻ നോക്കണം, ഒരു ഓട്ടിൻ കഷ്ടമെടുത്ത് തന്റെ ശരീരത്തിലെ പുഴുക്കളെ ചൊറിഞ്ഞു മാറ്റുമ്പോൾ കല്യാണ ദിവസത്തിൽ പാസ്റ്ററുടെ മുമ്പിൽ അച്ഛന്റെ മുമ്പിൽ വന്ന് ഉടമ്പടി ചെയ്ത അവന്റെ ഭാര്യ സുഖത്തിലും ദുഃഖത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും നന്മയിലും തിന്മയിലും ഉയർച്ചയിലും താഴ്ചയിലും അങ്ങേ മാത്രം സ്നേഹിച്ച് അങ്ങേ മാത്രം ബഹുമാനിച്ച് അങ്ങേക്ക് മുമ്പിൽ കീഴ്പ്പെട്ട് അങ്ങയുടെ ഉത്തമ ഭാര്യയുടെ എല്ലാ കർത്തവ്യവും ചെയ്തു കൊള്ളാമെന്ന് പറഞ്ഞ ഇയ്യോബിന്റെ ഭാര്യ പോലും ഇയ്യോബിനെ നോക്കി വിളിച്ചു പറഞ്ഞു, ഹേ മനുഷ്യ, നീ ഭക്തിയെ മുറുകെ പിടിച്ചുകൊണ്ടുപോയി ഇരിക്കാതെ നീ പോയി തൂങ്ങി മരിക്കുക, നീ ജീവിച്ചിട്ട് കാര്യമില്ല, നാറ്റം പിടിച്ച നിന്നെ എനിക്ക് വേണ്ടെന്ന് അവന്റെ ഭാര്യ പോലും അവന്റെ മുഖത്ത് നോക്കി പറയുമ്പോൾ ഇയ്യോബ് ബ്രൈമൂറിന്റെ ആ പാറക്കുളത്തിൽ ചാടാൻ പോയില്ല. അവൻ ട്രെയിനടിയിൽ തലവെക്കാൻ പോയില്ല, അവൻ വിഷക്കുപ്പി എടുത്തില്ല, അവൻ കയറെടുത്തില്ല. തന്റെ ഭാര്യ മരിക്കാൻ പറയുമ്പോൾ ആ രോഗമുള്ള ശരീരത്തെ നോക്കിക്കൊണ്ട് വേദപുസ്തകത്തിന്റെ മഹത്വം അറിയാവുന്ന ഇയ്യോബ് പറഞ്ഞു, എന്റെ ദേഹം ക്ഷയിക്കട്ടെ, ഞാൻ ദേഹരഹിതനായി എന്റെ പ്രിയനെ ഞാൻ കാണുന്ന ഒരു ദിവസം വരാൻ പോകിയ. കരങ്ങളടിച്ച് ആ പ്രത്യാശ ഉള്ളവർ ഒന്ന് ദൈവത്തെ സ്തുതിക്കട്ടെ, ഒന്ന് കൈയടിച്ചാട്ട്. നിന്റെ ഹാർട്ട് അറ്റാക്ക് ഇന്ന് രാത്രി മാറ്. കൈ പൊട്ടുന്നെങ്കിൽ പൊട്ടട്ടെ എന്ന്, തൊണ്ട മുറിയുന്നെങ്കിൽ മുറിയട്ടെ എന്ന് ഈ രാത്രി കൈ അടിച്ച് തന്നെ ദൈവത്തെ ഒന്ന് സ്തുതിച്ചോണ്ട്. വൈഡാരാമ സെക്കോരിയ അഭിഷേകം പ്രാപിച്ചവർ ഇതിനകത്തുണ്ടെങ്കിൽ അവരെ അതരം തുറന്ന് എന്റെ ദൈവത്തെ ഇന്ന് രാത്രി ആരാധിച്ചോണ്ട്. രോഗമില്ലെന്ന് ഞാൻ പറയില്ല, രോഗമാകുന്ന തടവറയ്ക്കകത്താണെങ്കിൽ ഈ വേദപുസ്തകത്തിലൂടെ നീ രോഗമില്ലാത്തൊരു ഭവനം കാണുകയാ. കഷ്ടതയാണ് നിനക്കുണ്ടെങ്കിൽ ക്രിസ്ത്യാനികൾക്ക് കഷ്ടതയുണ്ട് എങ്കിലും ഞങ്ങൾ പതറിപ്പോകാത്തത് ഈ ലോകത്തിൽ കഷ്ടമുണ്ടെന്ന് ഞങ്ങളുടെ യേശു പറഞ്ഞു. പക്ഷേ ഞങ്ങൾ ഈ കഷ്ടതയാകുന്ന ലോകത്തിൽ ഇരുന്നു കൊണ്ട് ഈ വേദപുസ്തകത്തിലൂടെ കഷ്ടതയില്ലാത്ത ഹല്ലേലൂയ ഒരു ഭവനത്തെ ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നു. ഞങ്ങൾക്ക് മരണമുണ്ട്, പക്ഷേ ഞങ്ങൾ ഈ വേദപുസ്തകത്തിലൂടെ ഒരു മരണമില്ലാത്ത ഒരു ഭവനത്തെ കണ്ടുകൊണ്ടിരിക്കുന്നു. ഞങ്ങൾക്ക് ഞെരുക്കങ്ങളുണ്ട്, പക്ഷേ ഈ വേദപുസ്തകത്തിലൂടെ ഞങ്ങൾ ഞെരുക്കമില്ലാത്ത ഒരു സ്വർഗത്തെ കണ്ടുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് മരിച്ചിനിയുടെ മൂട് പച്ചവെള്ളവും കാന്താരി മുളക് കടിച്ചു പറിച്ചു തിന്ന് പൈപ്പിന്റെ മൂട്ടിൽ പോയി കൈക്കുമ്പിൽ വഴിവരുന്ന പച്ചവെള്ളം വലിച്ചു കുടിച്ച് കഷ്ടതയില് ദൈവത്തിന്റെ ദാസന്മാർ ദൈവജന ദൈവത്തെ ആരാധിച്ചത് അടികൊണ്ടു, നിന്ദകൾ ഏറ്റു, വീട്ടിൽ നിന്ന് പുറത്താക്കപ്പെട്ടു, എല്ലാവരും പരിഹസിച്ചു. എങ്കിലും അവർ അടിപതറാതെ ഇന്ന് നിൽക്കുന്നത് അവർ ചക്കയും ചമ്മന്തിയും കഞ്ഞിയും കണ്ടിട്ടല്ല, അവൻ ലോകത്തിന്റെ ഈ ഭൂമിയിലെ മഹത്വം കണ്ടിട്ടല്ല. ഈ വേദപുസ്തകത്തിലൂടെ അവർ മഹത്വത്തിന്റെ പ്രത്യാശയായ എന്റെ ദൈവത്തെ അവർ കണ്ടു ദൈവത്തെ സ്തുതിക്കുന്നു. ആ ഉറപ്പുള്ള ദൈവമക്കൾക്കായി ഇന്ന് രാത്രി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അവർ ഈ രാത്രി മൗനമായിരിക്കരുത്, അവർ അതരം തുറന്ന് ദൈവത്തെ സ്തുതിക്കണം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. എത്ര പേർക്ക് ഇന്ന് രാത്രി സന്തോഷമുണ്ട്? ഈ രാത്രി ഞാൻ വിശ്വസിക്കുന്നു ഇത് ദൈവം തന്നെ ജനത്തെ തൊടുന്ന രാത്രിയാണ്. പ്രൈസ് ദി ലോർഡ്. ഈ രാത്രിയിലേക്ക് നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുവരാ. ഈ വേദപുസ്തകത്തെ രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ഒന്ന് പഴയ നിയമമെന്ന്, രണ്ട് പുതിയ നിയമമെന്ന്. പഴയ നിയമത്തെ 5 ഭാഗമായിട്ട്, പുതിയ നിയമത്തെ 4 ഭാഗമായി തരംതിരിച്ചിട്ടുണ്ട്. ഉൽപ്പത്തി തുടങ്ങി ആവർത്തനം വരെയുള്ള പുസ്തകങ്ങള് പഞ്ചഗ്രന്ഥങ്ങളെന്ന് യോശുവ തുടങ്ങി എസ്തേർ വരെയുള്ള പുസ്തകങ്ങളെ ചരിത്ര പുസ്തകമെന്ന്, റോമയുടെ പുസ്തകം തുടങ്ങി യൂദ വരെയുള്ള പുസ്തകങ്ങളെ
പ്രൈസ് ദി ലോർഡ്. ആമേൻ, ഹല്ലേലൂയ. ഓരോ പുസ്തകത്തെ പറഞ്ഞ് ആമേൻ അധികം സമയം ഞാൻ എടുക്കാൻ ആഗ്രഹിക്കുന്നില്ല. യോബ് തുടങ്ങി ഉത്തമഗീതം വരെയുള്ള പുസ്തകങ്ങളെ കാവ്യ പുസ്തകമെന്ന്, യെശയ്യാവ് തുടങ്ങി ദാനിയേൽ വരെയുള്ള പുസ്തകങ്ങൾ വലിയ പ്രവാചകന്മാരെന്ന്, ഹോശേയ തുടങ്ങി മലാക്കി വരെയുള്ള പ്രവാചകന്മാര് അവൻ ചെറിയ പ്രവാചകന്മാരെന്ന് തരം തിരിച്ചിരിക്കുമ്പോൾ പുതിയ നിയമത്തെ 4 തരം തിരിച്ചിട്ടുണ്ട്. മത്തായി തുടങ്ങി അവൻ യോഹന്നാൻ വരെയുള്ള പുസ്തകങ്ങള് സുവിശേഷമായ അപ്പോസ്തല പ്രവൃത്തി എന്നറിയപ്പെടുന്ന ഒറ്റ പുസ്തകത്തെ ചരിത്ര പുസ്തകമായ റോമയുടെ പുസ്തകം തുടങ്ങി യൂദ വരെയുള്ള പുസ്തകങ്ങള് ലേഖന പുസ്തകമായ വെളിപ്പാടെന്നറിയപ്പെടുന്ന ഒരേ ഒരു പുസ്തകത്തെ നിങ്ങൾക്കറിയാമോ പ്രവചന പുസ്തകമായ തരം തിരിച്ചിരിക്കുമ്പോൾ ഇന്ന് രാത്രിയിൽ പുതിയ നിയമത്തിന്റെ 4 ഭാഗങ്ങളായി തരംതിരിക്കപ്പെട്ട പുസ്തകങ്ങളിൽ റോമർക്ക് എഴുതിയ പുസ്തകം തുടങ്ങി യൂദ വരെയുള്ളതിന് ലേഖനങ്ങൾ എന്ന് പറയുമ്പോൾ അതിൽ ഒന്നാമത്തെ ലേഖനമായ റോമാലേഖന, ഇതിന്റെ എഴുത്തുകാരൻ ആരെന്നറിയണ്ടേ? അപ്പോസ്തലനായ പൗലൂസ്. ആരാണ് പൗലൂസ് എന്ന് നിങ്ങൾക്കറിയാമോ? റോമിന്റെ പൗരത്വമുള്ളവർ, ബെന്യാമിൻ ഗോത്രക്കാരൻ, കോടിക്കണക്കിന്റെ സ്വത്തിന് അവകാശിയായി അവൻ ജീവിച്ചവൻ, ഗമാലിയന്റെ കാൽക്കീഴിൽ നിന്ന് വേദഭ്യാസം പഠിച്ച് അതിൽ തികവുറ്റവൻ, റോമാ പൗരത്വമുള്ളവൻ. നിങ്ങൾക്കറിയാമോ? 1 നമ്പർ റൗഡി, നമ്പർ 1 ഗുണ്ട, ആരെയും വകവെക്കാത്തവൻ, ആരെയും കൂസാക്കാത്തവൻ, എന്തിനും ഏതിനും ഒന്നാമതായി നിൽക്കുന്നവൻ. വിശുദ്ധ ബൈബിൾ പറയുന്നു ഈ വേദപുസ്തകത്തിന്റെ പുസ്തകം എഴുതിയ പൗലൂസ് അവന്റെ ആദ്യ പേര് ശൗൽ എന്നായിരുന്നു. ഹലോ, ഇന്ന് രാത്രിയിൽ ഇത് ഞാൻ പറയുമ്പോൾ ഈ ബദേൽ ഫെസ്റ്റിന് ചുക്കാൻ പിടിക്കുന്ന ജയംബ്രതനെ ഞാൻ ഓർക്കുന്നുണ്ട്. വർഷങ്ങൾക്ക് മുൻപ് താൻ എൻഫീൽഡിൽ മുടിയെല്ലാം നീട്ടി വളർത്തി ദൈവമില്ലാത്തവനായി ജീവിച്ച തന്നെ ഇന്ന് രാത്രിയിൽ ശൗലിനെ പൗലൂസാക്കിയ ദൈവം തന്നെ സുവിശേഷത്തിന്റെ ശക്തിയോടുകൂടെ ലോകത്തിന്റെ സകല മോഹങ്ങളെയും വിട്ട് ഈ ക്രിസ്തുവിന്റെ ദിവ്യ സുവിശേഷത്തെ വിളിച്ചു പറയുവാൻ തന്നെ പ്രാപ്തനാക്കിയ ദൈവം എത്ര വലിയവനാ. കരമുയർത്തി ഒരു നല്ല ഹല്ലേലൂയ ഇന്ന് രാത്രി പറയാമോ? വൈഡാരാജകസ്യ നരഭോജികള് നരസ്നേഹികളാക്കുന്നതയ്യോ, ശൗലുമാരെ പൗലൂസാക്കുന്നതയ്യോ, പത്രോസുമാര് പാസ്സാക്കുന്നതയ്യോ. ഇന്ന് രാത്രിയിൽ ഇടിഞ്ഞാറിന്റെ മണ്ണിൽ ഒരു പക്ഷേ മദ്യപിച്ച് വെട്ടുകത്തി കടാരെ പിച്ചുപോയി സൈക്കിൾ ചെയിനുമായി ആർക്കും കൂസാകാതെ ആർക്കും എന്നെ അടക്കാൻ കഴിയില്ല എന്ന് ചിന്തിച്ച് പായുന്ന സ്നേഹിത, ഇന്ന് രാത്രി തമ്പുരാന്റെ ഒരു കൊളുത്ത് നിനക്കെതിരെ ഇന്ന് രാത്രി എറിഞ്ഞാൽ ആമോസിൽ 4:2 പറയുന്നു, ഞാൻ നിന്നെ കൊളുത്തു കൊണ്ട് നിന്റെ സന്തതിയെ ചൂണ്ടൽ കൊണ്ട് പിടിക്കുന്ന ദൈവത്തിന് നിന്നെ പിടിക്കാൻ നിസ്സാരമായി കഴിയുമെന്ന്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ആർക്കും വകവെക്കാത്തവൻ, സുവിശേഷത്തിന് വിരോധമായി കച്ചകെട്ടി ഇറങ്ങിയവ. വേദപുസ്തകം വായിക്കുന്നു, സുവിശേഷം പ്രസംഗിച്ചു കൊണ്ടുനിന്ന സ്തേഫാനോസിനെ കല്ലെറിഞ്ഞു കൊല്ലുമ്പോൾ കല്ലെറിഞ്ഞു കൊന്നവരുടെ വസ്ത്രത്തെ സൂക്ഷിച്ചവ അവനാണ് ശൗൽ. സുവിശേഷത്തെ എവിടെ കണ്ടാലും അടിച്ചൊടുക്കുവാൻ കച്ചകെട്ടി ഇറങ്ങിയ ശൗൽ. വചനം വായിക്കുന്നു, ഒരിക്കൽ മഹാപുരോഹിതന്മാരുടെ കയ്യിൽ നിന്ന് അധികാരത്തിന്റെ പത്രം വാങ്ങിക്കൊണ്ട് ദമസ്കോസിന്റെ പടിവാതിക്കലിലേക്ക് വചനം പറഞ്ഞ തുച്ഛ നേരത്ത് ഒരു പായുന്ന പടക്കുതിരപ്പുറത്ത് ചാടിക്കയറി അവനിതാ ഇടിഞ്ഞാറിലേക്ക് വരികയാണ്. വളഞ്ഞും പുളഞ്ഞും കിടക്കുന്ന റോഡ്, അപ്പുറത്തും ഇപ്പുറത്തും വിജനമായ എന്റെ ഭാവനെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറയുക. ദമസ്കോസിൻ പടിവാതിക്കലിൽ വന്നപ്പോൾ നട്ടുച്ചം നേരത്ത് സൂര്യനെക്കാളും വലിയൊരു പ്രകാശം അവന്റെ മേൽ ഒരു ഫ്ലാഷ് ലൈറ്റ് പോലെ അടിച്ചു. വചനം പറയുന്ന ആ നിമിഷം തന്നെ വെട്ടിയിട്ട ഒരു വാഴയെ പോലെ ഒരു പൊതിക്കെട്ട് വന്ന് താഴെ വീഴുന്നത് പോലെ ആ കുതിരപ്പുറത്തു നിന്ന് അവൻ താഴേക്ക് വീണു. അവന്റെ 2 കണ്ണ് പീസടച്ചു പോയി. അവന്റെ കണ്ണ് കാഴ്ച നഷ്ടപ്പെട്ടു. അവിടെ കിടക്കുന്നവനെ നോക്കി എന്റെ സർവശക്തനായ ദൈവം വിളിച്ചു, ശൗലേ. വീണ്ടും വിളിച്ചു, ശൗലേ. അവൻ ചോദിച്ചു, നീ ആരാണ് കർത്താവേ? കണ്ണ് കണ്ടുകൂടാതെ പീസടിച്ച് കിടക്കുന്നവൻ ചോദിക്കുന്നു, നീ ആരാണ്? നീ ആരാണ്? എടാ ശൗലേ, ഞാൻ ഇങ്ങനെ പറയാറുണ്ട്, എടാ ശൗലേ, യേശു ആരാണെന്ന് നിനക്കറിയാൻ പാടില്ലെങ്കിൽ അവനെതിരെ നീ പോകാൻ പാടില്ലായിരുന്നു.
യേശു ആരാണെന്ന് നിനക്കറിയാൻ പാടില്ലായിരുന്നെങ്കിൽ അവനെതിരെ നിന്റെ വിരൽ അനക്കാൻ പാടില്ലായിരുന്നു. യേശു ആരെന്ന് നിനക്കറിയാൻ പാടില്ലെങ്കിൽ നീ സുവിശേഷത്തിന് വിരോധമായി നിൽക്കാൻ പാടില്ലായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഞാൻ പറയും, സുവിശേഷത്തിന് വിരോധമായിട്ട് നിൽക്കുന്നവർക്കാർക്കും യേശു ആരെന്ന് അറിഞ്ഞുകൂടാത്തവരാ. നിങ്ങളാരും മിണ്ടുന്നില്ല. യേശു ആരാണെന്നറിയുന്നവർ ഇന്ന് രാത്രി അവർ അടങ്ങിയിരിക്കത്തില്ല. അവർ സുവിശേഷത്തിന് വേണ്ടി നിൽക്കും. ഒരു സ്തോത്രം ചെയ്ത ഹല്ലേലൂയ. ഇവൻ ചോദിക്കുന്നു, നീ ആരാണ് കർത്താവേ? ഉടനെ കർത്താവ് പറഞ്ഞു, നീ ഉപദ്രവിക്കുന്ന യേശുവാണ് ഞാൻ. പ്രൈസ് ദി ലോർഡ്. സർവശക്തനായ ദൈവം അഭിഷിക്ത ദാസനിലൂടെ അവന്റെ കണ്ണുകൾക്ക് വീണ്ടും അനന്യാസിലൂടെ കാഴ്ച ആമെ കൊടുവിച്ചു. ആമെ ഏത് യേശുവിന് വിരോധമായിട്ട് ദമസ്കോസിലേക്ക് അവൻ പോയോ, അതേ പട്ടണത്തിൽ തന്നെ അവൻ പറഞ്ഞു, ആമെ ക്രിസ്തു യേശു അവൻ രക്ഷകനായ ദൈവം. ഇന്ന് രാത്രി ഞാൻ വിശ്വസിക്കുന്നു, ഇടിഞ്ഞാറിന്റെ മണ്ണിൽ സുവിശേഷത്തെ പരിഹസിച്ച യേശുവിന് വിരോധമായി എഴുന്നേറ്റ നാവുകൾ ഞാൻ വിശ്വസിക്കുന്നു ഈ യോഗം കഴിയുമ്പോൾ വിളിച്ചു പറയാൻ പോകുന്നു, യേശു മാത്രം കർത്താതി കർത്താവ്. അത് വിശ്വസിക്കുന്നവർ കരങ്ങൾ അടിച്ചിന്ന് രാത്രി എന്റെ ദൈവത്തെ സ്തുതിച്ചാട്ടെ. യേശു മാത്രം രാജാതി രാജാവ്, യേശു മാത്രം അവൻ കർത്താതി കർത്താവ്. ഇന്ന് രാത്രിയിൽ ഈ യേശു ക്രിസ്തുവിനെ കുറിച്ച് പൗലോസ് പറയുകയാണ്. അവൻ തന്റെ ലേഖനത്തിലൂടെ താൻ പറയുന്നു, റോമാലേഖനം അതിന്റെ 5-ാം അധ്യായം അതിന്റെ 8-ാം വാക്യം, ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിച്ചു. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ടെ. പ്രൈസ് ദി ലോർഡ്. നേരത്തെ ഞാൻ പറഞ്ഞു, മനുഷ്യൻ ആമെ അടിമകളാണ്. ഏതിലാണ് അടിമകളാണ്? അവൻ പാപത്തിന്റെ അടിമയാണ്. ഇടിഞ്ഞാറിന്റെ മണ്ണിൽ ഇന്ന് രാത്രിയിൽ എന്റെ പ്രസംഗ വിഷയത്തിന്റെ ഒരു ഭാഗം, ആമെ പാപിയായ മനുഷ്യന് വേണ്ടി മരിച്ച ക്രിസ്തു. ഒരു നല്ല ഹല്ലേലൂയ പറ, ശക്തിയോടെ പറ. മരിച്ച ആമെ പാപികളായ മനുഷ്യന് വേണ്ടി മരിച്ച ക്രിസ്തു. ഈ ലൈവിലൂടെ ഇന്ന് രാത്രിയിൽ ഈ ശബ്ദം കേൾക്കുന്ന സ്നേഹിത, ഞങ്ങൾ ഇന്ന് രാത്രി ഉയർത്തി കാണിക്കുന്ന യേശു പാപിയായ നിനക്ക് വേണ്ടി മരിച്ചവനായ ക്രിസ്തു. സ്തോത്രം ചെയ്താട്ടെ. യേശു ആരാണ്? ദമസ്കോസിൻ പടിവാതിക്കൽ വെച്ച് അവൻ ചോദിക്കുന്നു, യേശുവേ നീ ആരാണ്? ഇന്ന് രാത്രി യേശുവിന് ആമെ പൗലൂസിന് പറയാൻ കഴിയും. യേശുവിന് പറയാൻ കഴിയും, പൗലൂസേ നിന്റെ പാപത്തിന് വേണ്ടി മരിച്ചവൻ ഞാനാണ്. ഹലോ, ഇന്ന് രാത്രിയിൽ ആ ക്രിസ്തുവിനെ പരിചയപ്പെടുത്തുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. ആമെ മനുഷ്യൻ പാപിയാണ്. ഇന്ന് രാത്രി ഇടിഞ്ഞാറിന്റെ മണ്ണിൽ ആമെ എന്നെ കേൾക്കുന്ന സ്നേഹിത, മനുഷ്യൻ പാപിയാണ്. ജനിച്ചു വീഴുന്നൊരു കൊച്ചു കുഞ്ഞു തുടങ്ങി ആമെ തലമുടിയെല്ലാം നരച്ച് കൈകാലുകൾ ചുക്കിച്ചുളുങ്ങി ഊന്നുവടി പിടിക്കേണ്ട പ്രായമായ പല്ലുകൾ കൊഴിഞ്ഞ ആമെ ഒരു അപ്പച്ചനാകട്ടെ അമ്മച്ചിയാകട്ടെ, യേശു ക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിക്കാത്ത ഏത് മനുഷ്യനും പാപിയെന്ന് വിശുദ്ധ ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു. ആരോ എന്നോട് ചോദിക്കുന്നുണ്ട്, കുമാർദാസ് പാസ്റ്ററേ, പൊട്ടത്തരം പറയരുത്, മണ്ടത്തരം പറയരുത്. ആ സ്നേഹിതനോട് ഞാൻ ചോദിക്കുന്നു, എന്താ ബ്രദർ അങ്ങനെ പറഞ്ഞത്? അദ്ദേഹം പറയും, പാസ്റ്റർ ഞാൻ ഇതുവരെ കൊലപാതകം ചെയ്തില്ല, ഇതുവരെ ഞാൻ മോഷ്ടിച്ചില്ല, ഇതുവരെ ഞാൻ പിടിച്ചു പറിച്ചില്ല, ഇതുവരെ ഞാൻ വ്യഭിചാരം ചെയ്തില്ല, ഇതുവരെ ഞാൻ ആരുടെ സർവക്കല്ല് അതിരുകല്ല് ഞാൻ തോണ്ടിയിട്ടില്ല, ഇതുവരെ ഞാൻ ആരുടെ ഒരു നയാ പൈസ ഞാൻ വഞ്ചിച്ചെടുത്തില്ല. പിന്നെ താങ്കൾ ഞാൻ പാപി എന്ന് പറഞ്ഞാൽ ഞാൻ എങ്ങനെ സമ്മതിക്കുക? ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന സ്നേഹിത, വേദപുസ്തകം പറയുന്നു എങ്ങനെയാണ് നീ പാപിയായെന്നല്ലേ? റോമാലേഖനം വായിക്കണ്ട, 5:19 പറയുന്നു, ഏക മനുഷ്യന്റെ അനുസരണക്കേടിനാൽ അനേകർ പാപികളായി തീർന്നു. ഹലോ, ഏക മനുഷ്യന്റെ അനുസരണക്കേടിനാൽ അനേകർ പാപികളായി തീർന്നു. അതുകൊണ്ടാണ് ഇസ്രായേലിന്റെ 2ാമത്തെ രാജാവ്, മധുര ഗായകന്, സംഗീതത്തിൽ അഗ്രഗണ്യന്,
ഗായകന്, കിന്നര വായനയിൽ നിപുണനുമായ ദാവീദ് ഒരിക്കൽ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, ഇതാ ഞാൻ അകൃത്യത്തിലുരുവായി, പാപത്തിൽ എന്റെ അമ്മ എന്നെ ഗർഭം ധരിച്ചു. ദാവീദ് പറയുന്നു, ഞാൻ പാപിയായത് 10ാം ക്ലാസ്സിൽ പഠിച്ചപ്പോഴല്ല, ഞാൻ പാപിയായത് ഞാൻ കോളേജിലേക്ക് മാറിയപ്പോഴല്ല, ഞാൻ പാപിയായത് ബിസിനസ് തുടങ്ങിയപ്പോഴല്ല, ഞാൻ പാപിയായത് ജോലിക്ക് പ്രവേശിച്ചപ്പോഴല്ല, ഞാൻ പാപിയായത് എന്റെ അമ്മയുടെ ഉദരത്തിൽ വെച്ച് ഞാൻ പാപിയായി. മനസ്സിലാക്കുന്നുണ്ടോ? ദാവീദേ, എങ്ങനെയാണ് നിന്റെ അമ്മയുടെ ഉദരത്തിൽ വെച്ച് നീ പാപിയായി? അതാണ് ദാവീദ് പറയും, പൗലൂസിലൂടെ പറയും, ദാവീദ് പറയുക, ഞാൻ അകൃത്യത്തിലുരുവായി, പാപത്തിൽ എന്റെ അമ്മ എന്നെ ഗർഭം ധരിച്ചു. വേദപുസ്തകം പഠിക്കുമ്പോൾ കാണുവാൻ കഴിയുന്നു, ഏക മനുഷ്യന്റെ അനുസരണക്കേടിനാൽ അനേകർ പാപികളായി തീർന്നു. ആരാണ് ഏക മനുഷ്യൻ? അത് പറയുവാൻ വേണ്ടി ഉൽപ്പത്തി എന്നറിയപ്പെടുന്ന ഒരു പുസ്തകത്തിലേക്ക് നമുക്ക് വരാം. വേദപുസ്തകം പഠിക്കുമ്പോൾ ദൈവത്തിന്റെ സൃഷ്ടിയെക്കുറിച്ച് ഉൽപ്പത്തിയിൽ നമുക്ക് കാണുവാൻ കഴിയുന്നു. സർവശക്തനായ ദൈവം ഭൂമിയെ നാസ്തിത്വത്തിന്മേൽ തൂക്കിയവൻ, തന്റെ ഉള്ളം കൈകൊണ്ട് വെള്ളമണന്നവൻ, ചാടുകൊണ്ട് ആകാശത്തിന്റെ പരിണാമമെടുത്തവൻ, സ്വയം ഭൂവായ ദൈവ, സർവശക്തനായ ദൈവ, സർവജ്ഞാനിയായ ദൈവ. വചനം പറയുന്നു, തന്റെ വാക്കുകൾ കൊണ്ട് ദൈവം ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചു. കരമുയർത്തൊരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ട്. അഗസ്ത്യാർ കൂടത്തിലേക്ക് ട്രാക്കിങ്ങിന് വേണ്ടി പത്രത്തിൽ ഞാൻ വായിച്ച അനവധി പേർ ഇങ്ങനെ പോകുകയാണ്. എന്നാൽ ഇന്ന് രാത്രി അഗസ്ത്യാർ കൂടത്തെയും ബോണക്കാടിനെയും പൊന്മുടിയെയും ശംഖുമുഖത്തെയും കോവളത്തെയും ഒക്കെ സൃഷ്ടിച്ചവനായ എൻ്റെ ദൈവം സ്വത്രം ചെയ്താട്ട്. വചനം പറയുന്ന ആദ്യത്തെ 5 ദിവസങ്ങൾ കൊണ്ട് അവൻ തൻ്റെ വാക്കുകൾ കൊണ്ട് വേദപുസ്തകം പറഞ്ഞ മനുഷ്യന് പ്രപഞ്ചത്തെ സൃഷ്ടിച്ചു. 6ാമത്തെ ദിവസം വാക്കുകൊണ്ടല്ല, വചനം പറയുന്നു, അവൻ നിലത്തെ പൊടിയെടുത്ത് തന്റെ കൈകൾ കൊണ്ട് മനുഷ്യനെ ഉണ്ടാക്കി, അവന്റെ മൂക്കിൽ അവൻ ജീവശ്വാസമൂതി. ഈ രാത്രി ഇടിഞ്ഞാറിന്റെ മണ്ണിൽ ഈ ശബ്ദം കേൾക്കുന്ന സ്നേഹിത, ഞാൻ ആരാധിക്കുന്ന, നീ സേവിക്കുന്നത് ആരെന്നും അറിയണ്ടേ? അവൻ നിന്റെ സൃഷ്ടിതാവായ ദൈവമാ. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. നമ്മൾ ആരാധിക്കുന്ന ദൈവം നമ്മുടെ സൃഷ്ടിതാവായ ദൈവമാ. നമ്മുടെ കുഞ്ഞുങ്ങൾ 10ാം ക്ലാസ്സിൽ ബയോളജിക്ക് പഠിക്കുമ്പോൾ എൻ്റെ മോൾ ഉൾപ്പെടെ പറഞ്ഞു, ഡാഡി ബയോളജിയിൽ പഠിപ്പിക്കുന്നത് മനുഷ്യൻ ഉണ്ടായത് വേറെ രീതിയാണല്ലോ. ഡാർവിൻ എന്നറിയപ്പെടുന്ന പരിണാമ സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ് ഇങ്ങനെ പറഞ്ഞു, മനുഷ്യൻ ഉണ്ടായത് എങ്ങനെയാണ്? പല്ലി ഓന്തായി, ഓന്ത് അരണയായി, അരണ ചിങ്കണ്ണിയായി, ചിങ്കണ്ണി കുരങ്ങായി, കുരങ്ങ് പരിണമിച്ചാണ് മനുഷ്യനുണ്ടായത്. എന്നാൽ ഇന്ന് രാത്രി ഞാൻ പറയൂ, പല്ലി ഓന്തായതല്ല, ഓന്തരണയായതല്ല, അരണ ചിങ്കണ്ണിയായതല്ല, ചിങ്കണ്ണി കുരങ്ങായതല്ല, കുരങ്ങ് പരിണമിച്ചല്ല മനുഷ്യനുണ്ടായത്. വേദപുസ്തകം പറയുന്നു, ദൈവം തന്റെ സ്വരൂപത്തില്, തന്റെ സാദൃശ്യത്തില് മനുഷ്യനെ സൃഷ്ടിക്കുവാനിടയായി. നമ്മുടെ സൃഷ്ടിതാവ് വേറെ ആരുമല്ല, അത് ഞാൻ ഇന്ന് രാത്രി പ്രസംഗിക്കുന്ന എൻ്റെ യേശുവാണ് നമ്മുടെ സൃഷ്ടിതാവ്. കൊലോസ്യ ലേഖനം വായിക്കേണ്ട 1:14 പറയുന്നു, അവൻ അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമയാണ്, സർവ സൃഷ്ടിക്ക് അവൻ ആദ്യ ജാതനാണ്. സ്വർഗത്തിലുള്ളത്, ഭൂമിയിലുള്ളത്, ദൃശ്യമായത്, അദൃശ്യമായത്, സിംഹാസനങ്ങളാകട്ടെ, വാഴ്ചകളാകട്ടെ, കർത്തൃത്വങ്ങളാകട്ടെ, അധികാരങ്ങളാകട്ടെ, സകലവും അവൻ മുഖാന്തരം സൃഷ്ടിക്കപ്പെട്ടു. കരങ്ങൾ അടിച്ചിന്ന് രാത്രി ആ ദൈവത്തെ ഒന്ന് ആരാധിച്ചാട്ട്. പോരാ, എന്റെ യേശു എന്നെ ഉണ്ടാക്കിയവനെന്ന് ഉറപ്പുള്ളവർ ആ കരങ്ങളെ ഒന്ന് അടിച്ച് ആ ദൈവത്തെ ഇന്ന് രാത്രി ഒന്ന് ആരാധിക്കട്ടെ. ഞങ്ങൾ ഇന്ന് രാത്രി ഈ ദൈവത്തെ ചാടിയൊക്കെ ആരാധിക്കാൻ കാര്യം സ്തോത്രം. ഇന്ന് രാവിലെ കുലശേഖരത്തിനടുത്തുള്ള ഒരു സഭയിൽ പോയി പ്രസംഗിച്ചിറങ്ങിയപ്പോൾ എൻ്റെ തൊണ്ടയൊക്കെ നല്ല അടഞ്ഞു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ.
എങ്കിൽ ഞാൻ പ്രസംഗിക്കുമ്പോൾ പറയും, തൊണ്ട മുറിഞ്ഞാൽ ആ വേദനയോടെ പ്രസംഗിക്കും. അതാണ് വില കൊടുത്ത് ദൈവത്തെ പ്രസംഗിക്കുക എന്ന് പറയുന്നത്. ചിലപ്പോഴൊക്കെ കൈയടിച്ച് കൈ പൊട്ടാറുണ്ട്, എങ്കിൽ ആ വേദനയോട് അടിച്ചാരാധിക്കും. കാര്യം ഈ ദൈവത്തെ ആരാധിക്കാൻ കാര്യം ഒന്ന്, ഈ ദൈവ ആരാധനയ്ക്ക് അവൻ യോഗ്യനായ ദൈവം. രണ്ട്, അവൻ എൻ്റെ സൃഷ്ടിതാവായ ദൈവം. ആ ഉറപ്പുള്ളവർ കരങ്ങളെ അടിച്ച് ഇന്ന് രാത്രി എൻ്റെ ദൈവത്തെ സ്തുതിക്കട്ടെ. ഒന്നവൻ ആരാധനയ്ക്ക് യോഗ്യ, രണ്ട് ആമേൻ അവൻ എൻ്റെ സൃഷ്ടിതാവായ ദൈവം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് രാത്രി ഞങ്ങൾ ആരാധിക്കും. സ്തോത്രം ചെയ്താട്ടെ, സ്തോത്രം. ഈ ദൈവത്തെ എത്ര ആരാധിച്ചാൽ കൊതി വരത്തില്ല. കാര്യം ആമേ ആരാധിക്കാമെന്ന് ചോദിച്ചാൽ ആരെങ്കിലും ആരാധിക്കത്തില്ല, അനുഭവമുള്ളവൻ ആരാധിക്കും. ഒരു 1980 ജനനമെന്ന് പറഞ്ഞ് 83 മരണമെന്ന് പറഞ്ഞ് തിരുവനന്തപുരം ജില്ലയിലെ ഏതോ ഒരു മരിച്ചിനി വിളയിൽ 6 അടി മണ്ണിന്റെ അവകാശിയായി തീരേണ്ട ഈ കുമാർദാസിനെ ഇന്ന് രാത്രി വേദപുസ്തകം എന്തിക്കൊണ്ട് ഇടിഞ്ഞാറിന്റെ മണ്ണിൽ നിർത്തിയെങ്കിൽ ഞാൻ പറയും, നിൽക്കുന്നതല്ല, എൻ്റെ ദൈവം എന്നെ നിർത്തിയതാണ്. നാമധേയ ക്രിസ്ത്യാനികളായ മാതാപിതാക്കളുടെ രണ്ടാമത്തെ മകനായിട്ട് ഞാൻ ജനിക്കാനിടയായി. എൻ്റെ മാതാപിതാക്കൾ നാമധേയ ക്രിസ്ത്യാനികളായിരുന്നു എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യാനി എന്ന് ലേബലിൽ പേരുണ്ടെങ്കിൽ ക്രിസ്തുവുമായിട്ടൊരു ബന്ധമില്ലായിരുന്നു എന്ന് പറഞ്ഞാൽ നെയ്യപ്പം പോലെ. ഹലോ, നമ്മുടെ നാട്ടിലുള്ള ഒരു പലഹാരമാണ് എന്ത്? നെയ്യപ്പം. പേര് നെയ്യപ്പമാണെങ്കിൽ ആമൻ നെയ്യില്ല. ഇന്ന് രാത്രി ഞാൻ പറയാം, ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ചതുകൊണ്ടോ, ക്രിസ്തീയ പേര് നീ ചാർത്തിയത് കൊണ്ടോ, ക്രിസ്തുവില്ലാത്ത നിനക്ക് ഒരിക്കലും ക്രിസ്ത്യാനിയാകാൻ കഴിയത്തില്ല. ഹലോ, ക്രിസ്തീയ പേര് ആമേ നിനക്കുള്ളത് കൊണ്ടോ, ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ചത് കൊണ്ടോ നീ ക്രിസ്ത്യാനിയാകുന്നില്ല. ആമേ, നീ ക്രിസ്ത്യാനിയാകണമെങ്കിൽ വചനം പറയുന്നു, ഒരുവൻ ക്രിസ്തുവിലായാൽ അതിന്റെ അർത്ഥം നീ ക്രിസ്തുവിലാകണം. ആമേ, വായിക്കണ്ട, യോഹന്നാൻ 15:4 പറയുന്നു, കർത്താവിൻ നിന്നിന് ആമേ നീ അവനിലും വസിക്കണം. കരമുയർത്തിയൊരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ട്. അമ്മേ, ആ കുമാർദാസ് ആകുന്ന എന്നെ ആമേ, നിങ്ങൾക്കറിയാമോ, നാമധേയ ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ച എനിക്ക് 2.5 വയസ്സായപ്പോൾ ജോണ്ടിസം എന്നറിയപ്പെടുന്ന ഒരു രോഗം ബാധിക്കാനിടയായി. ഒന്നാമത്തെ ആശുപത്രിയിൽ എന്നെ കൊണ്ടുപോയി. ആമേ, അവിടെ ചികിത്സ ചെയ്തു, യാതൊരു സൗഖ്യം കിട്ടിയില്ല. രണ്ടാമത്തെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി, ICUവിലേക്ക് എന്നെ കടത്തി. ആമേ, പ്രശ്നം നെറ്റി വഴി ഇഞ്ചക്ഷൻ ചെയ്ത് കയറിയില്ല, എൻ്റെ ശരീരം കീറി ഇഞ്ചക്ഷൻ ചെയ്ത് കയറിയില്ല. 100-ൽ 98% ആമേ മെഡിക്കൽ സയൻസ് പറഞ്ഞു ആമേ ഇവന് രക്ഷയില്ല. അങ്ങനെ എൻ്റെ മാതാപിതാക്കളുടെ കയ്യിലെടുത്തു കൊടുത്ത് അമ്മയുടെ സ്വദേശത്ത് കൊണ്ടുവന്ന് കിടത്തുമ്പോൾ അടുത്തുള്ളൊരു ദൈവദാസനോട് പരിശുദ്ധാത്മാവ് ഇങ്ങനെ പറഞ്ഞു, ഈ മകനെ സുവിശേഷ വേലയ്ക്ക് വേണ്ടി കൊടുക്കുന്നെങ്കിൽ യേശു ഇവന്റെ ജീവനെ തിരികെ തരുവാൻ പോകുകയാണ്. എൻ്റെ മാതാപിതാക്കൾ പറഞ്ഞു, കർത്താവേ, മെഡിക്കൽ സയൻസ് തള്ളിക്കളഞ്ഞ, ഡോക്ടർമാർ കൈവിട്ട ഈ മകനെ ദൈവം ഞങ്ങൾക്ക് തിരികെ തന്നാൽ ഒന്ന്, ഞങ്ങൾ സത്യത്തിലും ആത്മാവിലും ദൈവത്തെ ആരാധിക്കുക. 2, ഇവൻ ജനിച്ചു വളർന്നാൽ ഇവൻ രാഷ്ട്രീയത്തിന് വേണ്ടി കൊടി പിടിക്കത്തില്ല, ലോകത്തിനു വേണ്ടി എങ്കിലോ സിന്ദാബാദ് വിളിക്കത്തില്ല. ഇവൻ പോർക്കള മേടുകളിൽ പട ചേർത്തവനെ പ്രസാദിപ്പിക്കുന്ന ഒരു പടയാളിയായി ഇവൻ മാറും. ദൈവദാസൻ ഇപ്പം വെളിച്ചെണ്ണ കയ്യിലൊഴിച്ച് സ്വർഗത്തിലേക്ക് നോക്കി പ്രാർത്ഥിച്ചനന്തര ആമയുടെ ഉച്ചം തലമേൽ ഒഴിക്കുവാനിടയായി. ആ നിമിഷം എൻ്റെ കണ്ണുകള് കർത്താവ് തുറന്നൊരു സ്തോത്രം ചെയ്താട്ട് ഇന്ന് രാത്രിയിൽ. അതുകൊണ്ടാണ് ഞങ്ങൾ ഇന്ന് രാത്രി ചാടുന്നത്, അതുകൊണ്ടാണ് ഞങ്ങൾ ഓടുന്നത്. അതോർക്കുമ്പോൾ ഞാൻ അറിയാതെ പാടി സ്തുതിക്കാറുണ്ട്, ആമെ പാടി ആരാധിക്കാറുണ്ട്. അന്നേ മരിച്ചു പോയെങ്കിൽ എൻ ദൈവമേ ഞാൻ. പ്രൈസ് ദി ലോർഡ്. ഓടിവാ ബ്രദർ, ഹല്ലേലൂയ, ഓടിവാ, സ്തോത്രം ചെയ്താട്ടെ, ഹല്ലേലൂയ. അഭിഷേകത്തിന്റെ ശക്തി വെളിപ്പെടുമ്പോൾ സ്വോത്രം സ്വോത്രം സ്വോത്രം. ഇന്ന് രാത്രി നമ്മൾ പാടി ആരാധിക്കാൻ പോകുക. എത്ര പേർക്ക് സന്തോഷമുണ്ട്. അന്ന് ഞാൻ മരിച്ചു പോയിരുന്നെങ്കിൽ ഇന്ന് രാത്രി ഇവിടെ നിൽക്കാൻ കഴിയത്തില്ലായിരുന്നു. അതോർക്കുമ്പോൾ ഞാൻ അറിയാതെ പാടും, അന്നേ മരിച്ചു പോയെങ്കിൽ എൻ ദൈവമേ ഞാൻ ചെന്നേ വന്നാരകമതിൽ. അന്നേ മരിച്ചു പോയെങ്കിൽ എൻ ദൈവമേ ഞാൻ ചെന്നേ വന്നാരകമതിൽ. തന്നു നിൻ കൃപാദാനം
എന്നും ജീവിച്ചിടുവാൻ തന്നു നിൻ കൃപാദാനം. ഇന്നും ജീവിച്ചിടുവാൻ നിന്നാത്മശക്തിയാലെ നിത്യം നടത്തേണമേ. നിന്നാത്മശക്തിയാലെ നിത്യം നടത്തേണമേ. ലോകത്തിൻ മോഹങ്ങൾ കൊണ്ട് വീരഞ്ഞോടി ഞാൻ സ്വർഗ ഭാഗ്യങ്ങൾ വേടിഞ്ഞു. ഓ ലോകത്തിൻ മോഹങ്ങൾ കൊണ്ട് വീരഞ്ഞോടി ഞാൻ സ്വർഗ ഭാഗ്യങ്ങൾ വേടിഞ്ഞു. ആർക്കും വർണ്ണിച്ചു കൂടാത്ത സ്വർഗ സന്തോഷ ഭാഗ്യത്തിലാക്കിയല്ലോ നീ. ഓ ആർക്കും വർണ്ണിച്ചു കൂടാത്ത സ്വർഗ സന്തോഷ ഭാഗ്യത്തിലാക്കിയല്ലോ നീ. മാറ്റം വരാതെ എന്നെ കാക്കേ നം പൊന്നുനാഥ. മാറ്റം വരാതെ എന്നെ കാക്കേ നം പൊന്നുനാഥ. ഈ ലോകം വിട്ടു നിന്റെ മേലോകം ചേരുവോളം. ഈ ലോകം വിട്ടു നിന്റെ മേലോകം ചേരുവോളം. ലോകത്തിൻ മോഹങ്ങൾ കൊണ്ട് വീരഞ്ഞോടി ഞാൻ സ്വർഗ ഭാഗ്യങ്ങൾ വേടിഞ്ഞു. ഓ ലോകത്തിൻ മോഹങ്ങൾ കൊണ്ട് വീരഞ്ഞോടി ഞാൻ സ്വർഗ ഭാഗ്യങ്ങൾ വേടിഞ്ഞു. എന്നു മേഘത്തിൽ വരുമോ മധ്യാകാശത്തിൽ തന്റെ കാന്തയെ ചേർക്കുവാൻ. ഓ എന്നു മേഘത്തിൽ വരുമോ മധ്യാകാശത്തിൽ തന്റെ കാന്തയെ ചേർക്കുവാൻ. വന്നു വീണിച്ചിടുമ്പോൾ അന്നു വസിച്ചിടും ഞാൻ. വന്നു വീണിച്ചിടുമ്പോൾ അന്നു വസിച്ചിടും ഞാൻ. ഇന്നുള്ള കഷ്ടം മാറും അന്നു ഞാൻ ഗാനം പാടും. ഇന്നുള്ള കഷ്ടം മാറും അന്നു ഞാൻ ഗാനം പാടും. ലോകത്തിൻ മോഹങ്ങൾ കൊണ്ട് നീതഞ്ഞോടി ഞാൻ ഭാഗ്യങ്ങൾ വേടിഞ്ഞു. ഓ ലോകത്തിൻ മോഹങ്ങൾ കൊണ്ട് ഓ വീരഞ്ഞോടി ഞാൻ സ്വർഗ ഭാഗ്യങ്ങൾ വേടിഞ്ഞു. അന്നേ മരിച്ചു പോയെങ്കിൽ എൻ ദൈവമേ ഞാൻ ചെന്ന് ശക്തിയോടെ. അന്നേ മരിച്ചു പോയെങ്കിൽ എൻ ദൈവമേ ഞാൻ ചെന്ന് വന്നാരകമേ. ഓ തന്നു നിൻ കൃപാദാനം. ഇന്നും ജീവിച്ചിടുവാൻ തന്നു നിൻ കൃപാദാനം. മതിയാണ്ട് ശക്തിയോടെ. ശക്തിയാലെ നിത്യം നടത്തണമേ. നിന്നാത്മശക്തിയാലെ നിത്യം നടത്തണമേ. ലോകത്തിൻ മോഹങ്ങൾ കൊണ്ട് നീരഞ്ഞോടി ഞാൻ സ്വർഗ ഭാഗ്യങ്ങൾ വേടിഞ്ഞു. ലോകത്തിൻ മോഹങ്ങൾ കൊണ്ട് നീരഞ്ഞോടി ഞാൻ സ്വർഗ ഭാഗ്യങ്ങൾ വേടിഞ്ഞു. ആ കരങ്ങളെ അടിച്ചിന്ന് രാത്രി ആ ദൈവത്തെ സ്തുതിക്കട്ടെ. ഇടിഞ്ഞാറിന്റെ മണ്ണിൽ അന്ന് നീ മരിച്ചെങ്കിൽ, യേശുവിനെ അറിയും മുമ്പ് നീ മരിച്ചെങ്കിൽ, നീ ആത്മഹത്യ ചെയ്യാൻ നോക്കിയപ്പോൾ, നിനക്ക് ആക്സിഡന്റ് വന്നപ്പോൾ നീ മരിച്ചെങ്കിൽ നീ നരകത്തിൽ പോയേനെ. നിനക്ക് രക്ഷ തന്ന, നിന്നെ വിടിവിച്ച ആ യേശുവിനെ ആ കരങ്ങൾ അടിച്ച് ഒന്ന് ആരാധിക്കട്ടെ. ഇന്ന് രാത്രിയിൽ എത്ര പേർക്ക് പറയാൻ കഴിയും, യേശു എന്നെ മരണത്തിൽ നിന്ന് വിടിവിച്ചതുകൊണ്ടാ ഞാൻ ഇന്ന് രാത്രി ഇവിടെ നിൽക്കുന്നത്. പത്തനംതിട്ടയിൽ ഒരു യോഗത്തിന് പോയപ്പോൾ ചെറുപ്പക്കാരൻ വന്ന് എൻ്റെ കയ്യെ പിടിച്ചിട്ട് പറഞ്ഞു, പാസ്റ്റർ 50 വയസ്സ് വരെ ഞാൻ പൂർണ്ണ മദ്യപാനിയായിരുന്നു. കുടുംബത്തിൽ നല്ല ഭർത്താവാകാൻ കഴിയാതെ, മക്കൾക്ക് നല്ല അപ്പനാകാൻ കഴിയാതെ, വീട്ടുകാർക്ക് നല്ല മകനാകാൻ കഴിയാതെ, നാട്ടുകാർക്ക് നല്ല സഹോദരനാകാൻ കഴിയാതെ തെണ്ടിത്തിരിഞ്ഞ് നശിപ്പിച്ച് 50ാമത്തെ വയസ്സിൽ ഒരു കിണറ്റിലേക്ക് ഞാൻ എടുത്തു ചാടി മരിക്കാൻ 40 അടി താഴ്ചയുള്ള കുഴിക്കകത്തേക്ക് ഞാൻ ചാടി കിണറ്റിൽ. പക്ഷേ ഞാൻ ബോധം തുറന്നു നോക്കുമ്പോൾ ആശുപത്രിയിൽ ട്രിപ്പടച്ച് കിടക്കിയ, അവിടെ സുവിശേഷവുമായിട്ട് വന്ന ഒരു ദൈവദാസന്റെ സുവിശേഷത്തിലൂടെ എൻ്റെ യേശുവിനെ എനിക്ക് കിട്ടി.
ഇന്ന് വയസ്സെനിക്ക് 60. അദ്ദേഹം പറഞ്ഞു 50-ാമത്തെ വയസ്സിൽ കിണറ്റിൽ ചാടിയ ഞാൻ അന്ന് ഞാൻ കിണറ്റിൽ കിടന്ന് മരിച്ചെങ്കിൽ ഇന്നെനിക്ക് നിത്യരക്ഷ കിട്ടത്തില്ലായിരുന്നു. ഹലോ, അന്ന് എന്നെ വിടിവിച്ച എന്റെ ദൈവത്തെ എനിക്ക് ആരാധിക്കാതിരിക്കാൻ കഴിയുമോ? ആരാധിക്കുമെന്ന് ചോദിച്ചാൽ ഇന്ന് രാത്രി ഞാൻ പറയോ, അന്യഭവമുള്ളവൻ ദൈവത്തെ ആരാധിക്കും. അന്യഭവമുള്ളവൻ ഇന്ന് രാത്രി ദൈവത്തെ ആരാധിക്കുക. ആമെ പെന്തക്കോസിന്റെ ശക്തിയിൽ ആരാധിക്കുന്നവർ വെറുതെ ചക്കയും ആമെ പ്രൈസ്തലോട് കഞ്ഞിയും ഉപ്പുമാവ് സോപ്പും കണ്ടുവന്നവരല്ല. ഞങ്ങൾ മഹിമ കണ്ടവരാണ്. ഒരു സ്വോത്രം ചെയ്താട്ടെ. എത്ര പേർക്ക് ഇന്ന് രാത്രി സന്തോഷമുണ്ട്? ഞങ്ങൾ മഹിമ കണ്ടവരാണ്. ഞാൻ പ്രസംഗിക്കുന്ന യേശു ആര്? അവൻ പാപികളെ രക്ഷിക്കുന്ന രക്ഷകൻ. മനുഷ്യൻ എങ്ങനെ പാപിയായി? ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു. ഏതാനെന്നറിയപ്പെടുന്ന തോട്ടത്തിൽ ദൈവം മനുഷ്യനെ ആക്കി. മനുഷ്യൻ ഏകനായിരിക്കുന്നത് നല്ലല്ല എന്ന് പറഞ്ഞ് ആദാമിന് ദൈവം ഗാഢനിദ്ര വരുത്തി. അവന്റെ വാരിയെല്ലുകളിൽ നിന്നൊന്നെടുത്ത് ഹവ്വായെ ദൈവം സൃഷ്ടിച്ചു. വചനം പറയുന്നു, ദൈവം അവരോട് പറഞ്ഞു, ഈ തോട്ടത്തിൽ നിങ്ങൾക്ക് പാർക്കാം, ഇഷ്ടം പോലെ ആഹാരം നിങ്ങൾക്ക് കഴിക്കാം, തോട്ടത്തെ നിങ്ങൾ കാവൽ ചെയ്യണം, വേല ചെയ്യണം. പക്ഷെ ഒരു കണ്ടീഷൻ, നിങ്ങൾ തോട്ടത്തില് ജീവവൃക്ഷത്തിന്റെ ഫലം നിങ്ങൾ തിന്നരുത്. തിന്നുന്ന നാളിൽ നീ മരിക്കുക. സ്നേഹിത, ഇടിഞ്ഞാറിന്റെ മണ്ണിൽ ദുഃഖത്തിലായിരിക്കുന്നവര്, ആരുടെയൊക്കെയോ വേർപാടിൽ വേദന അനുഭവിക്കുന്നവര്, ഞാൻ പ്രസംഗിക്കുന്നത് മരിക്കാൻ വേണ്ടിയല്ല മനുഷ്യനെ സൃഷ്ടിച്ചത്. നിന്റെ വീട്ടിൽ ടാർപ്പാടി വലിച്ചു കെട്ടാൻ, കരിങ്കൊടി പറപ്പിക്കാൻ, പൊട്ടിച്ചിരിക്കേണ്ട സമയം നിന്നെ പൊട്ടി കരയിപ്പിക്കാൻ, ശത്രു നോട്ടമിട്ട് മരണം കൊണ്ടിടുമ്പോൾ ഒരു കാര്യം പറയാ, ദൈവം മനുഷ്യനെ ഉണ്ടാക്കിയത് മരിക്കാൻ വേണ്ടി അല്ല. ദൈവം പറഞ്ഞു, നിന്നെ ഞാൻ സൃഷ്ടിച്ചത് മരിക്കാനല്ല. പക്ഷേ ഈ ഫലം നീ തിന്നാൽ, ഞാൻ തിന്നരുത് എന്ന് പറഞ്ഞ ഫലം നീ തിന്നാൽ തിന്നുന്ന നാടിൽ നീ മരിക്കുക. എന്നെ കേൾക്കുന്നവരെ, മനുഷ്യൻ സ്വയം എടുത്തു ചാടിയ കുഴിയാണ് മരണമെന്ന് പറയുന്നത്. ദൈവം തിന്നരുത് എന്ന് പറഞ്ഞ ഫലത്തെ കർത്താവും ഭർത്താവും ഇല്ലാത്ത സമയത്ത് ഹവ്വ കഴിച്ചു. അവൾ തിന്നു, ഭർത്താവിനും കൊടുത്തു. വേദപുസ്തകം പറയുന്നു, റോമാലേഖനം വായിക്കണ്ട 6:23, പാപത്തിന്റെ ശമ്പളം അത് മരണമാണ്. അനുസരണക്കേട് കാണിച്ച മനുഷ്യൻ പാപം ചെയ്തു, ആ പാപത്താൽ അവർ മരണത്തെ പേറി. നിങ്ങൾക്കറിയാമോ, വേദപുസ്തകം പഠിക്കുമ്പോൾ പാപം ചെയ്യപ്പെട്ട ആദാമിനെയോ ഹവ്വയെയോ ദൈവം ഏതാൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കി. മിന്നിപ്പിടിച്ച ജ്വലിക്കുന്ന വാളുകളുമായി കെരൂബകളെയോ കാവൽ നിർത്തി. എന്ന മനുഷ്യൻ പാപത്തിൽ നിന്ന് ഒരു മോചനം നേടി ദൈവത്തോടടുക്കാൻ വേണ്ടി പല സൂത്രങ്ങള്, പല കർമ്മങ്ങള്, പല യാഗങ്ങള് പലതും കഴിക്കുവാനിടയായി. ഇന്ന് രാത്രി കേൾക്കണമേ, എന്ന യാഗങ്ങൾക്ക് മനുഷ്യന്റെ പാപത്തിൽ നിന്ന് അവനെ രക്ഷിക്കുവാൻ കഴിഞ്ഞില്ല. ഇന്ന് രാത്രി പാപം ചെയ്യുന്ന മനുഷ്യ, നീ ചെയ്യുന്ന പുണ്യപ്രവർത്തികൾക്ക്, നീ ചെയ്യുന്ന കർമ്മപ്രവർത്തികൾക്ക് നിന്റെ പാപത്തിൽ നിന്ന് നിനക്ക് മോചനം തരുവാൻ കഴിയത്തില്ല. മനുഷ്യൻ മൃഗങ്ങളെ, മനുഷ്യൻ പർവ്വജാതികളെ, മനുഷ്യൻ പശുക്കിടാവിനെ, ആട്ടിൻകുട്ടിയെ കൊണ്ടുചെന്ന് പുരോഹിതന്റെ കയ്യിൽ കൊടുത്ത് പാപത്തിന് പാപപരിഹാരമുണ്ടാക്കാൻ ശ്രമിച്ചു. എന്നാൽ പശുക്കിടാവിന്റെയോ ആട്ടിൻകുട്ടിയുടെയോ രക്തങ്ങൾക്ക് മനുഷ്യവർഗത്തിന്റെ പാപത്തെ മാറ്റാൻ കഴിയാതെ പാപം പെരുകുവാൻ തുടങ്ങി. അങ്ങനെ ചെയ്തപ്പോഴാ സമയമില്ല. റോമാലേഖനം എബ്രായ ലേഖനം 10:4 പറയുന്നു, ആട്ടുകൊറ്റന്മാരുടെയോ പശുക്കിടാവിന്റെയോ രക്തത്തിന് പാപങ്ങളെ മോചിക്കുവാൻ കഴിയാതെ വന്നപ്പോൾ, കഴിയുകയില്ലെന്ന് പറയുമ്പോൾ ദൈവം ചെയ്ത ഏക പദ്ധതി വായിക്കണ്ട. യോഹന്നാൻ 3:16, തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവന് നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം യേശുവിനെ നൽകുവാൻ തക്കവണ്ണം ഈ ലോകത്തെ സ്നേഹിച്ചു. എബ്രായർ 9:11 പറയുന്നു, അവൻ ആട്ടുകൊറ്റന്മാരുടെയോ പശുക്കിടാവിന്റെയോ രക്തത്താലല്ല, യേശു ക്രിസ്തു തന്റെ രക്തത്താൽ നമ്മെ വീണ്ടെടുത്തു. കരമടിച്ച് ഇന്ന് രാത്രി ഒന്ന് ദൈവത്തെ ആരാധിക്കട്ടെ. പോരാ പോരാ, ആട്ടുകൊറ്റന്മാരുടെയോ പശുക്കിടാവിന്റെയോ രക്തത്താലല്ല, യേശു ക്രിസ്തു തന്റെ രക്തത്താൽ നിന്നെയും എന്നെ വീണ്ടെടുത്തു. ഇടിഞ്ഞാറിന്റെ മണ്ണിൽ ഇന്ന് രാത്രി ഈ ശബ്ദം കേൾക്കുന്ന മാന്യ ശ്രോതാവേ,
യേശു ക്രിസ്തുവിന്റെ രക്തം പാപമോചനം നൽകുന്ന രക്തം. ഇന്നേക്ക് 2024 വർഷങ്ങൾക്ക് മുൻപ് ഒരു കന്യക മറിയത്തിലൂടെ ഈ ഭൂമിയിൽ ജനിച്ച് യോഹന്നാൻ സ്നാപകനാൽ സ്നാനമേറ്റ് മാതൃക കാണിച്ചു തന്ന് അത്ഭുതങ്ങളാൽ അടയാളങ്ങളാൽ ദൈവത്തിന്റെ പുത്രൻ എന്ന് തെളിയിച്ച് പെന്തിയോസ് പീലാത്തോസിന്റെ കോടതിയിൽ ആമേൻ വിധിക്കപ്പെട്ടു. വചനം പറയുന്നു 4 കോടതികളിലായി യേശു 5 പ്രാവശ്യം വിധിക്കപ്പെട്ടു. സന്നദ്ധനും സംഘത്തിന്റെ മുമ്പിൽ, കന്യാഭിന്റെയോ കയ്യപ്പാവിന്റെ മുമ്പിൽ, നോക്കണമേ, മഹാനായ ഹെരോദാവിന്റെ മുമ്പിൽ, റോമൻ ഗവർണറായ പീലാത്തോസിന്റെ മുമ്പിൽ എന്റെ യേശു വിധിക്കപ്പെട്ടു. വചനം പറയുന്നു യേശുവിൽ ഒരു തെറ്റുമില്ലായിരുന്നു, യേശുവിൽ ഒരു കുറ്റവുമില്ലായിരുന്നു. യേശുവിന് വിരോധമായിട്ട് വചനം പറയുന്നു കള്ളസാക്ഷികളെ നിരയായി നിരത്തി. ആമേ, യേശുവിന് വിരോധമായിട്ട് കള്ളസാക്ഷികൾ കള്ളങ്ങൾ പറഞ്ഞു എന്ന വിശുദ്ധ ബൈബിൾ പറയുന്നു. ഒരു കള്ളസാക്ഷിക്ക് പോലും അവരുടെ സാക്ഷ്യത്തെ സത്യമെന്ന് പറയുവാൻ തെളിയിക്കുവാൻ കഴിഞ്ഞില്ല. എന്നാൽ യേശു കർത്താവ് എന്ത് എന്നറിയാമോ? ബൈബിൾ വായിക്കുന്നു, രോമം കത്തിരിക്കുന്നവരുടെ മുൻപാകെ മിണ്ടാതിരിക്കുന്ന ആടിനെ പോലെ യേശു മിണ്ടാതിരുന്നു. അവൻ വായി തുറക്കാതിരുന്നു. എന്തിനാ വാ തുറക്കാതിരുന്നറിയാമോ? യേശു വാ തുറന്നെങ്കിൽ അവൻ പീലാത്തോസിനോ മഹാനായ ഹെരോദാവിനോ യേശുവിന്റെ തലയിലെ ഒരു രോമത്തെ തൊടാൻ കഴിയത്തില്ലായിരുന്നു. കാരണം അവൻ വാക്കിലും പ്രവൃത്തിയിലും ശക്തിയുള്ള പ്രവാചകനാണ്. അവന്റെ വാക്കിനെ തൊടാൻ ഈ ലോകത്തിലൊരു ശക്തിക്കും കഴിയത്തില്ല. എന്നാൽ യേശുവിന്റെ വാ തുറന്നെങ്കിൽ അവൻ ക്രൂശ് മരണം അവൻ യേശുവിന് എടുക്കേണ്ടി വരത്തില്ലായിരുന്നു. എന്നാൽ യേശു ഈ ലോകത്തിലേക്ക് വന്നത് മനുഷ്യവർഗത്തിന്റെ പാപത്തിന്റെ പരിഹാരത്തിനായി അവൻ നമുക്ക് വേണ്ടി രക്തം ചിന്തുവാനായിരുന്നു, നമുക്ക് വേണ്ടി മരിക്കുവാനായിരുന്നു. യേശുവിനെ ആരോ കൊന്നതല്ല, യേശു ആത്മഹത്യ ചെയ്തതല്ല. യേശു എനിക്കും നിനക്കും വേണ്ടി അവൻ മരിച്ചതാണ്. കരമുയർത്തി ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ആമേ, ആരും കൊടുക്കാത്ത തന്റെ ചുടുചോര നിനക്ക് വേണ്ടി യേശു സ്വയം തരാൻ തീരുമാനിച്ചത്. അതുകൊണ്ട് യേശു മിണ്ടാതിരുന്നത്. യേശുവിന്റെ അടുക്കൽ വന്ന് പീലാത്തോസ് പറഞ്ഞു, യേശുവേ ഞാൻ ആരാണെന്ന് നിനക്കറിയാമോ? യേശു ചോദിച്ചു കാണും, നീ ആരാ? ഞാനാണ് റോമിന്റെ ഗവർണറായ പീലാത്തോസ്. യേശു ചോദിച്ചു, എന്താ കാര്യം? ഉടനെ പീലാത്തോസ് പറഞ്ഞു, നിന്നെ രക്ഷിപ്പാന്, നിന്നെ ക്രൂശിക്കുവാന് എനിക്ക് അധികാരമുണ്ട്. ആമേ, പീലാത്തോസ് പറയുമ്പോൾ യേശു പറഞ്ഞില്ല, പീലാത്തോസേ നീ എങ്ങനെയെങ്കിലും ഒന്ന് എന്നെ രക്ഷിക്കെന്ന് പറഞ്ഞില്ല. യേശു പറഞ്ഞു, ഹേ പീലാത്തോസേ, മുകളിൽ നിന്ന് എന്റെ മേൽ അധികാരം തരാതിരുന്നാൽ എന്റെ മേൽ നിനക്കൊരധികാരവും ഇല്ല. ഓ ഹല്ലേലൂയ. യേശു പറഞ്ഞു, ഞാൻ ഈ ഭൂമിയിലേക്ക് വന്നത് ജീവിക്കാനല്ല, മനുഷ്യന് വേണ്ടി രക്തം നൽകി മരിക്കാൻ വേണ്ടിയാ. നിങ്ങൾക്കറിയാമോ പ്രിയമുള്ളവരെ, സമയമില്ലാത്തതുകൊണ്ട് ഞാൻ അവിടേക്ക് ഓടുന്നില്ല. യോഹന്നാൻ വായിക്കേണ്ട 1:7 പറയുന്ന അവന്റെ പുത്രനായ യേശു ക്രിസ്തുവിന്റെ രക്തം സകല പാപം പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. ഗദസമന മുതൽ ആമെ ഗബദ വരെ, ഗബദ തുടങ്ങി ഗോൽഗോത്ത വരെ യേശു കർത്താവിന് റോമൻ ആമെ പ്രൈസ് ലോർഡ് പടയാളികൾ ആമെ യേശുവിനെ ചാട്ടവാറുകൾ കൊണ്ടടിച്ചു. അവന്റെ ശരീരത്തെ സൗന്ദര്യവാനായ യേശുവിനെ വചനം പറയുന്നു, എന്റെ പ്രിയൻ വെണ്മയും ചുവപ്പുമുള്ളവർ 10,000ങ്ങളിൽ പരമസുന്ദര. അവൻ ശാരോനില് പനിനീർ പുഷ്പ, താഴ്വരകളുടെ ഇടയില് താമരപ്പൂ, ചെറുമുള്ളുകളുടെ ഇടയില് ആമെ ചെറും നാരക. ആരും കണ്ടാല് ആഗ്രഹിക്കത്തക്ക രീതിയിലുള്ള ആമെ കോമള രൂപിയായ കർത്താവിന് ആമെ ചാട്ടവാറുകൾ കൊണ്ട് അവന്റെ ശരീരം മുഴുവന് ഉടവ് ചാലുകളെ പോലെ കീറി. വചനം പറയുന്നു, അവന്റെ ശരീരത്തിലൂടെ അവൻ ചുടുചോര ഒഴുകുവാൻ തുടങ്ങി. യേശു ക്രിസ്തുവിന്റെ വിരിമാർവിലൂടെ പെയ്യുന്ന ചോര കണ്ടിട്ട് അനേക അമ്മമാര്, പെങ്ങളുമാര്, കുഞ്ഞുങ്ങള് ബോധരഹിതരായി വീഴുമ്പോൾ ജോസീഫസ് എന്നറിയപ്പെടുന്ന പണ്ഡിതൻ പറയുന്നു, യേശു ക്രിസ്തുവിന്റെ ശരീരത്തിൽ അവർ ചുമന്ന മേലങ്കി ധരിപ്പിച്ചു. എന്തിനാന്നറിയണ്ടേ? അവന്റെ ശരീരത്തിലൂടെ ഒഴുകുന്ന രക്തകണങ്ങളെ മനസ്സിലാക്കാൻ കഴിയാതെ വണ്ണം
അവന്റെ ശരീരത്തെ അവർ ചുമന്ന മേലങ്കി കൊണ്ട് ധരിപ്പിച്ചു. അവന്റെ വിലാപ്പുറത്ത് അവർ കുന്തം കൊണ്ട് കുത്തിപ്പിളർന്നു. അവന്റെ കൈകാലുകളിൽ അവർ ആണികൾ അടിച്ചു. അവന്റെ തലയിൽ മുൾക്കിരീടം വെച്ചു. ഇന്ന് രാത്രി ഓർക്കണമേ, എന്തിനു വേണ്ടി? ഇടിഞ്ഞാറിന്റെ മണ്ണിൽ ഭാവിയായിരിക്കുന്ന മനുഷ്യ, നിന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി ആരും കൊടുക്കാത്തൊരു വലിയ വില നിനക്ക് വേണ്ടി കൊടുക്കാൻ. ഇത് പറയുമ്പോൾ ഒരു അനുഭവം ഞാൻ ഓർക്കുന്നു. നിങ്ങൾക്കറിയാമോ എന്ന് എനിക്കറിയത്തില്ല. തിരുവനന്തപുരം നാഗർകോവിൽ നെയ്യാറ്റിങ്കര റൂട്ടിൽ വർഷങ്ങൾക്ക് മുൻപ് ആറാലുമൂട് ചന്തയിലേക്ക് കാളകളെ കൊണ്ടുവരുന്നൊരു പതിവുണ്ടായിരുന്നു. പ്രൈസ് ലോർഡ്. കടുത്തോട് കടുത്ത് കയറുകൊണ്ട് കെട്ടി ചാല മാർക്കറ്റിലേക്ക്, ആറാലുമൂട് ചന്തയിലേക്ക് കാളകളെ കൊണ്ടുവരുന്നത് പോലെ വർഷങ്ങൾക്ക് മുൻപ് അമേരിക്കയിൽ അടിമക്കച്ചവടം നിലനിന്നിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഒരു ദിവസം ഒരു ദൈവത്തിന്റെ ദാസൻ അമേരിക്കയിലേക്ക് തന്റെ റോഡിലൂടെ കാർ ഓടിച്ചു പോകുമ്പോൾ അദ്ദേഹം കണ്ട കാഴ്ച, ഒരു കൂട്ടം ചെറുപ്പക്കാരികളെയും വയസ്സരെയും വാർദ്ധക്യം ഒരു ഇടപ്രായക്കാരായ ഒരു 50 വയസ്സിന് അകത്ത് പ്രായമുള്ളവരെയൊക്കെ കടുത്തോട് കടുത്ത് ചങ്ങലയിട്ട് കൈകളിൽ ചങ്ങലയിട്ട് അടിമ ചന്തയിലേക്ക് കൊണ്ടുപോവുകയാണ്. ആ ദൈവദാസൻ നോക്കുമ്പോൾ അദ്ദേഹത്തിന്റെ കണ്ണിൽപ്പെട്ടൊരു പെൺകുട്ടിയെ അദ്ദേഹം വീക്ഷിച്ചു. ഏകദേശം 12 വയസ്സും മാത്രം പ്രായം തോന്നിക്കുന്ന ഒരു പെൺകുട്ടി. നല്ല വസ്ത്രം അവൾ ഉടുത്തിട്ടില്ല. കീറിയ പാവാടയും ബ്ലൗസും ഇട്ടിട്ടുണ്ട്. അവളുടെ കാലിൽ ചെരുപ്പില്ല. അവളുടെ തലമുടിയെല്ലാം അഴിഞ്ഞു കിടക്കുന്നുണ്ട്. ദുഃഖത്തിന്റെ കരഞ്ഞ പാടുകൾ അവളുടെ കണ്ണിൽ കിടപ്പുണ്ട്. നോക്കണമേ, ഏതോ അടിമ ചന്തയിലേക്ക്, ഏതോ മനുഷ്യന്റെ ദുഷ്ട മനുഷ്യന്റെ വീട്ടിന്റെ കാവൽ പട്ടിയായിട്ട് അവൾ പോകാൻ വിധിക്കപ്പെട്ടവളായി അടിമ ചന്തയിലേക്ക് അവൾ പോവുകയാണ്. ഈ അടിമ ചന്തയുടെ പ്രത്യേകത, അടിമ ചന്തയിൽ വന്നിട്ട് ഞാൻ ഈ പീഠം കണ്ടപ്പോൾ എനിക്കത് ഓർമ്മ വന്നു. ഇതുപോലെ അടിമ ചന്തയിൽ ഒരു പീഠമുണ്ട്. ആ പീഠത്തിലേക്ക് ഓരോ വ്യക്തികളെ പിടിച്ചു കയറ്റിയിട്ട് കടന്നു വരുന്ന വ്യക്തികൾ ലേലം ചെയ്യുക. ആരാണോ ഏറ്റവും കൂടുതൽ ഡോളർ കൊടുത്ത് ആ വ്യക്തികളെ വിളിക്കുന്നത് അവർക്ക് അവർ സ്വന്തമാണ്. അധികാരികൾ അവർക്കൊരു ചീട്ട് കൊടുക്കുക. ആ ചീട്ടിൽ ഇങ്ങനെ എഴുതിയിരിക്കും, ആരും കൊടുക്കാത്തൊരു വില കൊടുത്ത് ഈ വ്യക്തിയെ നീ വിലക്ക് വാങ്ങിയത് കൊണ്ട് ഈ വ്യക്തി നിനക്ക് അടിമയാണ്, നിന്റെ ജീവിതകാലം മുഴുവൻ അടിമയാണ്. അങ്ങനെ ഇതാ ആ ദൈവദാസൻ കണ്ടു. അടിമ ചന്തയിലേക്ക് വന്ന ഓരോ വ്യക്തികളെയും അടിമ പീഠത്തിലേക്ക് കയറ്റി അവർ ലേലം വിളി തുടങ്ങി. ആ പെൺകുട്ടിയുടെ മുഖഭാവം കണ്ട ദൈവദാസ് അവളെ കണ്ടിട്ട് നേരെ വാഹനമെടുത്ത് അദ്ദേഹം പട്ടണത്തിലേക്ക് പോയി. ചില മിനിറ്റുകൾ കഴിഞ്ഞ് അദ്ദേഹം അടിമ ചന്തയിലേക്ക് വന്നപ്പോൾ വന്നിരുന്നവരിൽ 3/4 വ്യക്തികൾ ആരൊക്കെയോ വിളിച്ചു കൊണ്ടുപോയി. എന്നാൽ ആ പെൺകുട്ടി ഇതാ അടുത്ത വിളി പ്രതീക്ഷിച്ചു നിൽക്കുകയാണ്. അടുത്തിത് അവളുടെ ഊഴം വന്നു. അവളെ കണ്ടപ്പോൾ അവിടെ നിന്ന് വലിയ മുതലാളിമാട് സിരകളിലൂടെ രക്തമൊഴുകി. ഒരുവൻ വിളിച്ചു $100. അതിനെ തട്ടിമാറ്റിക്കൊണ്ട് അടുത്തവൻ വിളിച്ചു $200. ഇവളെ ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ലെന്ന് പറഞ്ഞ് മറ്റൊരുത്തൻ വിളിച്ചു 300. തട്ടിപ്പറഞ്ഞ ആയിരങ്ങളിലേക്ക് വരുമ്പോൾ എല്ലാവരുടെ കൺമുൻപിൽ കടന്ന് ഒരു ശബ്ദമിതാ ഒരു ചെവിയിൽ മുഴങ്ങി, $50,000. എല്ലാവരും പുറകിലേക്ക് നോക്കുമ്പോൾ ശാന്തശീലനായ ദൈവത്തിന്റെ ദാസ് $50,000 വിളിച്ചിരിക്കുകയാണ്. എല്ലാവരും കൂടെ അവനെ കളിയാക്കി, മനുഷ്യ നിനക്ക് വട്ടുണ്ടോ? ഒരു $10,000-10,000 കൊടുത്താൽ ഇവളെ നിനക്ക് ചുമ്മാ സ്വന്തമാക്കാമായിരുന്നോ? നീ എന്തിനാ ഇത്രയും വലിയ വില നീ കൊടുത്തത്? $50,000 നീ എന്തിനാ കൊടുത്തത് എന്ന് പറഞ്ഞ് കളിയാക്കുമ്പോൾ അദ്ദേഹം നേരെ ആ പീഠത്തിലേക്ക് ചെന്നു. ആ പെൺകുട്ടിയുടെ മുഖത്തേക്ക് നോക്കി അവളെ മോളെ എന്ന് വിളിക്കുമ്പോൾ കുനിഞ്ഞ് ചങ്ങലകൾ കൊണ്ട് കെട്ടപ്പെട്ട പെൺകുട്ടി തന്റെ മുമ്പിൽ നിൽക്കുന്ന മനുഷ്യൻ ആരെന്നറിയാതെ അദ്ദേഹത്തിന്റെ മുഖത്തേക്ക് ഇവൾ കാർക്കിച്ചു തുപ്പുവാനിടയായി. തന്റെ മുഖത്തിലൂടെ ഒഴുകുന്ന തുപ്പലുകള് ആ ദൈവദാസൻ തന്റെ കയ്യിലിരിക്കുന്ന കർച്ചീപ്പ് കൊണ്ട് തുടച്ചു മാറ്റിയിട്ട് പുഞ്ചിരിയോടുകൂടി അധികാരികളുടെ മുൻപിലേക്ക് വന്ന് തന്റെ കയ്യിലിരിക്കുന്ന $50,000 അവൾക്ക് വേണ്ടി ഏൽപ്പിക്കുവാനിടയായി.
വർഷങ്ങളായി അധികാരികൾ ഒരു ചീട്ട് കൊടുത്തു. ആ ചീട്ടിതാണ്, ആരും കൊടുക്കാത്തൊരു വില കൊടുത്ത് നീ ഇവളെ വിലക്ക് മേടിച്ചത് കൊണ്ട് ഇന്നു മുതൽ ഇവൾ നിനക്കടിമയാണ്, നിനക്ക് സ്വന്തമാണ്. അധികാരത്തിന്റെ ചീട്ടും കയ്യിലെന്തിക്കൊണ്ട് ആ പീഠത്തിലേക്ക് ചെന്ന് ആ പെൺകുട്ടിയുടെ കയ്യെ പിടിച്ച് ആ പീഠത്തിൽ നിറക്കി അടിമ ചന്തയിൽ നിന്ന് ആമ ഇറങ്ങുന്നതിന് മുൻപ് ആമ ആ വാതിക്കന്റെ അടുക്കൽ വെച്ചിട്ട് ആ പെൺകുട്ടിയുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു, ഹേ മോളെ, ഈ അടിമ ചന്തയിലേക്ക് ഞാൻ വന്ന് ആരും കൊടുക്കാത്തൊരു വലിയ വില കൊടുത്ത് ഞാൻ നിന്നെ വിലക്ക് മേടിച്ചത്, എൻ്റെ വീട്ടിൽ കൊണ്ടുപോയി നിന്നെ അടിമപ്പണി ചെയ്യിപ്പിച്ച് നിന്റെ ജീവിതകാലം മുഴുവന് നിന്നെ ഒരു അടിമയായിടാനല്ല, ഈ അമേരിക്കയുടെ പട്ടണത്തിൽ നിന്നെ എനിക്ക് സ്വതന്ത്രമാക്കാൻ വേണ്ടിയാണ്. ഈ ചീട്ട് ഞാൻ നിനക്ക് കൈമാറുകയാണ്. ഈ ചീട്ട് നീ വെച്ചോ. ഈ ചീട്ട് നിന്റെ കയ്യിൽ ഉള്ള കാലത്തോളം ഒരു വ്യക്തി പോലും നിനക്കെതിരെ നാവ് തുറക്കത്തില്ല, ഒരുവന്റെ കരം പോലും നിനക്കെതിരെ വരത്തില്ല. കാര്യം ഈ ചീട്ട് വിളിച്ചു പറയുന്നു, ആരും കൊടുക്കാത്തൊരു വില നിനക്ക് വേണ്ടി കൊടുത്ത ഒരു യജമാന് ഇന്നുമുണ്ട്. ഓ ഹല്ലേലൂയ. ഈ ചീട്ട് നിന്റെ കയ്യിലുള്ള കാലത്തോളം ഇവിടെയുള്ള അധികാരികൾക്കോ ഇവിടെയുള്ളൊരു മേലാളന്മാർക്കോ ഇവിടെയുള്ളൊരു മുതലാളിമാർക്കോ നിന്നെ തൊടാനുള്ള അവകാശമില്ല. നീ സ്വതന്ത്രം പ്രാപിച്ചവള. ഈ മനുഷ്യന്റെ വാക്ക് കേട്ട പെൺകുട്ടി അദ്ദേഹത്തിന്റെ മുമ്പിലേക്ക് ചാടി വീണു. ആ കാൽക്കലേക്ക് വീണ് അവൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു, അല്ലയോ ദൈവദാസനെ, ഞാൻ കരുതിയത് താങ്കൾ എന്നെ വില കൊടുത്ത് വിലക്ക് മേടിച്ചത് താങ്കളുടെ വീട്ടിൽ കൊണ്ടുപോയി എന്നെ അടിമ പണി ചെയ്യിപ്പിച്ച് എന്നെ ഇഞ്ചിഞ്ചായി കൊല്ലാൻ വേണ്ടിയാ, എന്റെ മാംസത്തെ എന്റെ ശരീരത്തെ മോഹിച്ചെന്നാൽ എന്ന് ഞാൻ കരുതി. ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നു, താങ്കൾ എന്റെ നാശകനല്ല, താങ്കൾ എന്റെ രക്ഷകനാണ്. ആരും കൊടുക്കാത്തൊരു വില എനിക്ക് വേണ്ടി കൊടുത്തതുകൊണ്ട് ആ പെൺകുട്ടി പറഞ്ഞു, ഇനി ഈ ചീട്ട് ഞാൻ മേടിക്കത്തില്ല, എനിക്ക് ഈ ചീട്ട് വേണ്ട, എന്റെ ജീവിതകാലം മുഴുവന് അങ്ങയെ ഞാൻ സേവിക്കാം. മനസ്സിലാകുന്നവർക്ക് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ആരും കൊടുക്കാത്തൊരു വില നിനക്ക് വേണ്ടി കാൽവറിയിൽ എന്റെ യേശു കൊടുത്തു. അവന്റെ തങ്കച്ചോര നിനക്ക് വേണ്ടി അവൻ ഊറ്റി. 1 പത്രോസ് 1:18 പറയുന്നു, വ്യർത്ഥവും മൃദു പാരമ്പര്യമുള്ള നിങ്ങളുടെ നടപ്പിൽ നിന്ന് നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത് വെള്ളി പൊന്ന് മുതലായ വസ്തുക്കളെ കൊണ്ടല്ല, നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിന്റെ വിലയേറിയ രക്തം കൊണ്ടാണ്. ആരും കൊടുക്കാത്ത വില നിനക്ക് വേണ്ടി യേശു നൽകി. ഇടിഞ്ഞാറിന്റെ മണ്ണിൽ ഇന്ന് രാത്രി ശബ്ദം കേൾക്കുന്നവരെ പ്രസംഗിച്ച് നിർത്താൻ തോന്നുന്നില്ല. തൊണ്ട പൊട്ടിച്ചെറിയാൽ ഇന്ന് രാത്രി എനിക്ക് പ്രസംഗിക്കാൻ എൻ്റെ ഉള്ളിൽ കൊതി കൂടുകയാണ്. ഞാൻ പ്രസംഗിക്കുന്ന എൻ്റെ യേശു നിന്റെ ഏത് പാപത്തെയും മാറ്റാൻ കഴിവുള്ളവനാണ്. അവിടത്തേക്ക് ജാതിയില്ല, അവിടത്തേക്ക് മതമില്ല, അവിടത്തേക്ക് വർഗമില്ല, വർണ്ണമില്ല. ക്രിസ്ത്യാനിയെന്നോ ഹൈന്ദവനെന്നോ മുസൽമാനെന്നോ സിഖ് മതമെന്നോ ജൈന മതമെന്നോ പാർസി മതമെന്നോ ഇല്ല. മനുഷ്യന് ഒരേ രക്തമാണ്, ഒരേ ശരീരമാണ്. ആശുപത്രിയുടെ കിടക്കയിലേക്ക് ചെല്ലുമ്പോൾ പോസിറ്റീവ് വേണമെന്ന് പറയുമ്പോൾ, നെഗറ്റീവ് എന്ന് പറയുമ്പോൾ അവിടെ ജാതി ചോദിക്കത്തില്ല, അവിടെ മതം ചോദിക്കത്തില്ല, വർഗം ചോദിക്കത്തില്ല. കോൺഗ്രസ് ആണോ, കമ്മ്യൂണിസ്റ്റ് ആണോ, BJP ആണോ, RSS ആണോ എന്ന് ചോദിക്കത്തില്ല. അതെ, ഇന്ന് രാത്രി ഞാൻ പ്രസംഗിക്കുന്ന യേശു അവന് ജാതിയില്ല, അവന് മതമില്ല, വർഗമില്ല, രാഷ്ട്രീയമില്ല. നിങ്ങൾ ചോദിക്കും, അങ്ങനെയെങ്കിൽ പാസ്റ്റർ ഞാൻ എന്ത് ചെയ്യണം? ഒരു കാര്യം നീ ചെയ്താൽ മതി. യേശു നിന്റെ ഹൃദയത്തിൽ വരാ. നീ പണം കൊടുക്കണ്ട, നിന്റെ രക്തം കൊടുക്കണ്ട. ആമേ, നീ ഒരു കാര്യം മാത്രം ചെയ്താൽ മതി. നിന്റെ തകർന്ന ഹൃദയത്തെ യേശുവിന് വേണ്ടി ഇന്ന് രാത്രി കൊടുക്കാൻ നീ തയ്യാറായാൽ മതി. യോഹന്നാൻ 1:12 പറയുന്നു, യേശുവിനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകാൻ അവൻ അധികാരം കൊടുത്തു. എല്ലാ കണ്ണുകളും ഇന്ന് രാത്രി അടയട്ടെ. ഇരിക്കുന്നവര് ഒരു നിമിഷം ദൈവസന്നിധി എഴുന്നേൽക്കട്ടെ. എല്ലാവരും ഇന്ന് രാത്രി എഴുന്നേൽക്കട്ടെ. നിങ്ങളുടെ ഹൃദയത്തെ, നിങ്ങൾ ഏത് സ്ഥലത്തിരുന്നാല് അവിടെ നിങ്ങളുടെ ഹൃദയത്തെ ഇന്ന് രാത്രി യേശുവിന് വേണ്ടി ഒന്ന് സമർപ്പിച്ച് അതര മനഘടകസിയ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുക. ഞങ്ങൾ ഒരുമിച്ച് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുക. ദൈവദാസനെ, എനിക്കൊരു പ്രാർത്ഥന ആവശ്യമാണ്. ഞാൻ ആകെ തകർന്നു കിടക്കുകയാണ്.
ഉറക്കമില്ലാത്ത രാത്രി, പിരിമുറുക്കം നിറഞ്ഞ അനുഭവം, പ്രശ്ന സങ്കീർണമായ അന്തരീക്ഷങ്ങൾ എൻ്റെ ജീവിതത്തിനകത്തുണ്ട് പാസ്. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറയുന്നവർ ആ കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ചാട്ട്. ഞാൻ രോഗത്തിൽ, ഞാൻ കടഭാരത്തിൽ, ഞാൻ വേദനയിലായിരിക്കുന്നു, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറയുന്നവർ ഈ റോഡ് വക്കത്തോ ഈ ജനത്തിൻ്റെ ഇടയിലോ ഉണ്ടെങ്കിൽ നിങ്ങളുടെ കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ചാട്ട്. വിദ്യാഭ്യാസത്തിൽ നിനക്ക് മുന്നേറുവാൻ കഴിയാതെ, കുടുംബജീവിതത്തിൽ നിനക്ക് മുന്നേറുവാൻ കഴിയാതെ, സമാധാനമില്ലാതെ, പാപത്തിൻ്റെതായ കെട്ടുകൾപ്പെട്ട് നീ അടിമയായിരിക്കുന്നെങ്കിൽ ഇന്ന് രാത്രി ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുക. ഞങ്ങൾ ഒരുമിച്ച് ഇന്ന് രാത്രി പാട്ടിൻ്റെ അടികൾ പാടുമ്പോൾ ഈ രാത്രിയിൽ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറയുന്നവർ ദൈവജന മുൻപിലേക്ക് ഓടി വന്നാട്ട്. ഇന്ന് രാത്രി ആരെയും ഞങ്ങൾ നിർബന്ധിക്കുന്നില്ല. എനിക്ക് യേശുവിനെ വേണം, എനിക്ക് പാപം വേണ്ട, എനിക്ക് വേണ്ടി ആരും കൊടുക്കാത്തൊരു വില കൊടുത്ത എൻ്റെ യേശുവിനെ വേണമെന്ന് പറയുന്നവർ അല്പസമയം ആ രണ്ട് കരങ്ങൾ ചേർത്തടിച്ച് ആത്മാവിന്റെ നിറവോട് ഒരുമിച്ച് നമ്മൾ ദൈവത്തെ മുൻപിലേക്ക് ഓടി വന്നാട്ട് പ്രാർത്ഥന ആവശ്യമുള്ളവർ ആ കരങ്ങളടിച്ച് വായ തുറന്ന് അഭിഷേകത്തോടെ കരമടിച്ച് വായ തുറന്ന് പാടിയാൽ ഫലമായി വാഴുവേ സ്വർഗത്തിൽ
യേശുവേ രക്തത്തിൻ ഫലമായി വാഴുവേ സ്വർഗത്തിൽ കോടി കോടി യുഗങ്ങളായി കുഞ്ഞാട്ടിൻ തീരും രക്തത്താൽ ഞാൻ ശുദ്ധനായി ശക്തിയോടെ ശുദ്ധരക്തത്താൽ ഞാൻ ജയം തീരും രക്തത്താൽ യേശുവേ ഇടിഞ്ഞാലിനെ സ്പർശിക്കണമേ ഈ ദേശത്തിൽ ദൈവശക്തി വ്യാപരിക്കും അകത്തോം രക്ഷകാസ്തുതി നീരകത്തും ഉദിക്കും അങ്ങേ ഞാൻ ആയുസ്സിൻ നാളല്ല നന്ദിയോടടി വണങ്ങും മഹത്വം രക്ഷകാസ്തുതി നീരകത്തും ഉദിക്കും അങ്ങേ ഞാൻ ആയുസ്സിൻ നാളല്ല നന്ദിയോടടി വണങ്ങും ശുദ്ധരക്തത്താൽ ഞാൻ ജയം പാടിയിടും ആത്മശക്തിയോട് അക്ഷരങ്ങൾ അടിച്ച് ദൈവത്തെ ആരാധിക്കട്ടെ. അവന്റെ അവന്റെ രക്തത്തിന്റെ ശക്തി പട്ടണത്തിൽ ഒഴുകിയ അവന്റെ രക്തത്തിന്റെ ശക്തി നിന്റെ അകത്തൊഴുകിയ ഈ രാത്രി യേശുവേ എന്റെ ഹൃദയത്തിലേക്ക് വരണമേന്ന് പറ. എന്റെ പാപങ്ങളെ ക്ഷമിക്കണമേന്ന് പറ. യേശുവേ ഈ പട്ടണം ദൈവത്താൽ പിടിക്കപ്പെടട്ടെ. യേശുവിന്റെ നാമത്തിൽ ഇതുവരെ കാണാത്ത ഉണർവ് ഇടിഞ്ഞാറിൽ സംഭവിക്കട്ടെ. ഭാവികൾ മനസ്സാരപ്പെടട്ടെ. രോഗികൾ സൗഖ്യം പ്രാപിക്കട്ടെ. ഭൂതമലരട്ടെ. യേശുവിന്റെ രക്തത്തിന്റെ ശക്തി ഈ പട്ടണത്തിൽ ചലിക്കട്ടെ. ദൈവമകത്വം വെളിപ്പെടട്ടെ. അഭിഷേകത്തിന്റെ വലിയ നിറവ് ഇതിനകത്ത് ഒഴുകട്ടെ. കർത്താവ് ദൈവ തേജസ് ഒഴുകട്ടെ. യേശുവിൻ നാമം ഉയരട്ടെ. എല്ലാ നാമത്തിനും മേലായ നാമം യേശുവിൻ നാമം ഉയരട്ടെ. യേശുവിന്റെ നാമം ഈ പട്ടണത്തിൽ ഈ ദേശത്തിൽ ഉയരട്ടെ. ഈ ബദേൽ ഫെസ്റ്റിലൂടെ ദൈവശക്തി വ്യാപരിക്കട്ടെ. ദൈവകൃപ ചലിക്കട്ടെ. ദൈവമകത്വം വ്യാപരിക്കട്ടെ. കരങ്ങളിലേക്ക് ഇന്ന് രാത്രി ഞങ്ങൾ ഈ ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ച് പാപം വേണ്ട, ലോകം വേണ്ട, എനിക്ക് യേശു മതി എന്ന് പറയുന്നവർ ആ കരമൊന്ന് ഉയർത്തിപ്പിടിച്ചാട്ടെ. പാപം എനിക്ക് വേണ്ട, ലോകം എനിക്ക് വേണ്ട, എനിക്ക് എൻ്റെ യേശു മതി എന്ന് പറയുന്നവർ ആ റോഡ് വക്കത്താകാം, കടവരാന്തയിലാകാം, ഭവനത്തിനുള്ളിലാകാം. ഒരു വാക്ക് ഞാൻ പറയുന്ന പ്രാർത്ഥന എന്നോട് ചേർന്ന് പറയുക. കർത്താവായ യേശുവേ, ഇന്ന് രാത്രിയിൽ അങ്ങേ എനിക്ക് ആവശ്യമാണ്. എൻ്റെ ഹൃദയത്തിലേക്ക് അങ്ങ് വരണമേ. ഞാനൊരു പാപിയാണ് കർത്താവേ. എൻ്റെ പാപത്തെ മാറ്റുവാൻ അവിടുത്തെ രക്തത്തിന് കഴിയുമെന്ന് ഇന്ന് രാത്രി ഞാൻ കേൾപ്പാനിടയായി. അങ്ങേ എൻ്റെ പൈതലാക്കി ഇന്ന് രാത്രി മാറ്റണമേ. ഇന്നു മുതൽ എൻ്റെ ഹൃദയം, എൻ്റെ ജീവിതം യേശുവിന് വേണ്ടി ഞാൻ സമർപ്പിക്കുന്നു. അങ്ങയെ എൻ്റെ രക്ഷകനും എൻ്റെ കർത്താവുമായി ഞാൻ അംഗീകരിക്കുന്നു. കർത്താവിൻ്റെ സന്തോഷത്താലും സമാധാനത്താലും എന്നെ നിറയ്ക്കണമേ. ജീവന്റെ പുസ്തകത്തിൽ എൻ്റെ പേരെഴുതണമേ. സ്വർഗരാജ്യത്തിന്റെ അവകാശിയാക്കി എന്നെ തീർക്കണമേ. അവിടെ അങ്ങനെ ചെയ്തിരിക്കാൻ നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. കരമടിച്ച് ആ ദൈവത്തെ ഒന്ന് സ്തുതിക്കട്ടെ ശക്തിയോടെ.